So, thank you, Dr. Janirapai. Thank you. So, I was wondering whether I should address the gathering in Malayalam. കാരണം മലയാളത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ഈ വിഷയത്തില് 2-3 ലേഖനങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല സർ, ബൈലിംഗുവലും ആവാം. ബൈലിംഗുവലായിട്ട് പറയാം. മലയാളത്തിന് മലയാളത്തിലും ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷിലും പറയാം ഇടയ്ക്ക്. കാരണം ഇത് വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, വിഷയത്തിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ഓഡിയോസ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ സംസാരിക്കുന്നത് ഒഥല്ലോയെ കുറിച്ചാണ്, ഒഥല്ലോയുടെ പുനർരചനകളെ പറ്റിയാണ്, റീറൈറ്റിങ്സ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്. അപ്പൊ ഞാൻ ഈ ടോക്ക് ഏതാണ്ട് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. 1 മണിക്കൂറോളം ഞാൻ സംസാരിക്കാം. ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചിട്ട് പിന്നീട് ചോദ്യങ്ങള്, നിർദ്ദേശങ്ങള്, കമന്റുകള് ഇതൊക്കെ വരുന്ന മുറയ്ക്ക് അതിന് പ്രതികരിക്കാം. അങ്ങനെ പോലെ അപ്പൊ മെസ്സേജുകള്, ചോദ്യങ്ങള്, നിർദ്ദേശങ്ങള് ഇതൊക്കെ ഓഡിയോ ആയിട്ടും പറയാം, മെസ്സേജ് ബോക്സിൽ ഇടുകയും ചെയ്യാം. അത് പരിശോധിച്ചിട്ടാണ് ഞാൻ അതിനോട് പ്രതികരിക്കുക. ഇപ്പൊ 11:20 ഒരു 12:15, 12:20 വരെ ഞാൻ സംസാരിക്കാം. അപ്പൊ അതിൽ ഈ ടോക്കിന്റെ വിഷയം മുൻനിർത്തിയിട്ട് ഒഥല്ലോയുടെ പുനർരചനകളിലേക്ക് ആണ് കൂടുതൽ സമയം ചെലവഴിക്കുക. എന്നാലും അനുവർത്തനം അല്ലെങ്കിൽ അനുകൽപ്പനം എന്ന് മലയാളത്തിൽ പറയുന്ന അഡാപ്റ്റേഷനെ പറ്റി കൂടി കുറച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒഥല്ലോയുടെ പുനർരചനകളിലേക്ക് പോകുക. ഓക്കെ, അപ്പോ ഒഥല്ലോയുടെ പുനർരചനയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവയെ മനസ്സിലാക്കുന്നതിന് വിവർത്തനവും അനുവർത്തനവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ വിവർത്തനവും അനുകൽപ്പനവും 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അനുകൽപ്പനം അതിന്റെ ക്രിയാത്മകതയെ കൂടുതൽ ഊന്നുന്നതാണ്, stressing the creative element in rewriting or adaptation. The other word is just talking about how it changes, how it moves on from the antecedent text or original text. ഒരുപാട് വാക്കുകൾ മാറിയിട്ടുണ്ട്. അതാദ്യം പറയാം. നമ്മൾ ഒറിജിനൽ എന്നായിരുന്നു മുമ്പ് പറയാറുള്ളത്, യൂസ് ടു കോൾ ഇറ്റ് ദി ഒറിജിനൽ ടെക്സ്റ്റ്. ആ വാക്ക് ഇന്ന് അത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല. അതാണ് എനിക്കൊന്ന് ആദ്യം പറയേണ്ടത്. കാരണം മൗലികത എന്ന ആശയം തന്നെ ഒരുപാട് കുഴപ്പത്തിലാണ് പെട്ടിരിക്കുന്നത്. അങ്ങനെ മൗലികമായിട്ടുള്ള എന്നുള്ള ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. വെദർ ദർ ഇസ് സംതിങ് റിയലി കോൾഡ് ഒറിജിനൽ. അപ്പം അത് ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വി കോൾ ഇറ്റ് ദി ആന്റിസിഡന്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല, മുമ്പ് വന്ന കൃതി എന്നർത്ഥം. റീറൈറ്റിങ് അതിന്റെ പുനർരചനയും. ഇത്രയാണ്, ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ ആ വാക്ക് ഞാനിവിടെ പലർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി അത് ഇവിടെ അവതരിപ്പിക്കുകയാണ് വാക്ക്. അപ്പോ വിവർത്തനത്തെ പറ്റി നമ്മൾ വളരെ ലളിതമായിട്ടാണ് മനസ്സിലാക്കിയത്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത് സാഹിത്യത്തെ പറ്റി മാത്രം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതായത് ഒരു കൃതി മലയാളത്തില് ഇപ്പോ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ MT വാസുദേവന്റെ കാലം, അതല്ലെങ്കിൽ ഇപ്പം പിന്നെ TD രാമകൃഷ്ണന്റെ 1-ലധികം നോവലുകൾ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വിവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് വിവർത്തനം. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ എഴുത്തച്ഛന്റെ രാമായണമുണ്ട്. അത് വിവർത്തനം അല്ല എന്ന് നമ്മൾ പറയുന്നിടത്താണ് വിവർത്തനവും അനുവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത്. വാട്ട് ദ സോ കോൾഡ് ബോർഡർ ലൈൻ, okay, crossing the border, so to speak. So whether there is really such a border, അങ്ങനെ കൃത്യമായിട്ട് വേർതിരിക്കുന്ന ഒരു അതിർവരമ്പുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോ നമ്മള് എഴുത്തച്ഛന്റെ രാമായണം എടുക്കുക, അത് എങ്ങനെയാ തുടങ്ങുന്നത്? വാൽമീകി രാമായണം തുടങ്ങുന്ന പോലെയാണോ തുടങ്ങുന്നത്? തീർച്ചയായിട്ടും അല്ല. വാൽമീകി രാമായണത്തിൽ വ്യത്യസ്തമായിട്ട് എഴുത്തച്ഛന്റെ രാമായണം നീണ്ട പ്രാർത്ഥനയോടുകൂടിയാണ്. 20 വരിയോളം രാമജയ രാമജയ എന്നിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കഥയിലേക്ക് കടക്കുന്നത് തന്നെ. അപ്പൊ അതിന്റെ സ്വരൂപം വേറെയാണ്. വാൽമീകിയുടെ രാമായണം തീർച്ചയായും ഒരു
ഭക്തി പ്രസ്ഥാന കൃതിയല്ല, എഴുത്തച്ഛന്റെ രാമായണം ആണ്. അപ്പൊ ഇവിടെ തന്നെ രാമായണത്തിന്റെ സ്വരൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വാസ്തവത്തിൽ എഴുത്തച്ഛനെ വിവർത്തകൻ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എഴുത്തച്ഛനായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ അവതരിച്ച ഏറ്റവും പ്രമുഖരായ അനുവർത്തകരിൽ ഒരാൾ. ഇവിടെ ഈ ഒരു ഉദാഹരണമാണ് നല്ലതെന്ന് തോന്നുന്നു, വിവർത്തനവും അനുവർത്തനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഇനി പറയാം. അപ്പൊ വിവർത്തനം എന്നുള്ള വളരെ പരിമിതമാണ്, അത് സാഹിത്യത്തിനകത്ത് മാത്രം നടക്കുന്നതാണ്. നമ്മൾ ഈ വാക്ക് പക്ഷെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് റോമാൻ യക്കോബ്സൺ എന്ന് പറഞ്ഞ വിവർത്തന വിമർശകനും ഭാഷാശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള റോമാൻ യക്കോബ്സൺ പറയുന്നത് 3 തരത്തിലുള്ള വിവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ തരം വിവർത്തനം അദ്ദേഹം പറയുന്നത് ഇന്റർ സീമിയോട്ടിക് ട്രാൻസ്ലേഷൻ ആണ്. എന്താ അത് അവിടെയും ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായ കാര്യം. അത് അദ്ദേഹം പ്രയോഗിക്കുന്നത് ഈ അർത്ഥത്തിലാണ്, അതായത് ഒരു ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് ഉള്ള പുനർരചന എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ കാലാകാലമായി ഉപയോഗിച്ചു വന്നിട്ടുള്ള വിവർത്തനത്തിന്റെ ആ അർത്ഥം ഇല്ല. കാരണം അവിടെ നടക്കുന്ന വിവർത്തനമല്ല. അത് റോമാൻ യക്കോബ്സൺ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. സാഹിത്യ കൃതികൾ ഒരുപാട് സിനിമകളായിട്ട് വന്നിട്ടുള്ള കാലമാണ്. ഇത് രണ്ട് ചിഹ്ന വ്യവസ്ഥയാണ്. സാഹിത്യം ഒരു ചിഹ്ന വ്യവസ്ഥ, സിനിമ വേറൊരു ചിഹ്ന വ്യവസ്ഥ, അനദർ സീമിയോട്ടിക് സിസ്റ്റം. അപ്പൊ അതിനെയാണ് യക്കോബ്സൺ ഇന്റർ സീമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ശ്രദ്ധിക്കുക, അദ്ദേഹം ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് കാര്യം. അപ്പൊ നമ്മൾ സാമ്പ്രദായികമായിട്ട് ട്രാൻസ്ലേഷൻ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യവും അതല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ആദ്യകാലത്ത് ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പോന്നിരുന്നു എന്നതും, ഇന്ന് അതിന് പകരം നമ്മൾ അഡാപ്റ്റേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ എഴുത്തച്ഛൻ്റെത് 2 ചിഹ്ന വ്യവസ്ഥകൾക്ക് ഇടയിലുള്ള ഒരു രൂപാന്തരമല്ല. തീർച്ചയായിട്ടും വാൽമീകി എഴുതിയതും സാഹിത്യം, എഴുത്തച്ഛൻ സാഹിത്യം, പ്രശ്നമില്ല. പക്ഷെ ഈ അനുവർത്തനത്തിന്റെ മാധ്യമ ആന്തര യാത്രയ്ക്ക് അപ്പുറത്തേക്ക് അനുവർത്തനം എന്താവുന്നു എന്നുള്ളതിന്റെ സൂചന നമുക്ക് വേറെ കിട്ടണം. അപ്പൊ ഒന്ന്, മാധ്യമാന്തരം യാത്രകൾ നടത്തുന്ന കൃതികൾ, അല്ലെങ്കിൽ മാധ്യമാന്തര യാത്രകൾ നടത്തുന്ന എഴുത്തുകാര് ഉണ്ടാക്കുന്ന കൃതികളെ നമ്മൾ അനുവർത്തനം അല്ലെങ്കിൽ അനുകൽപ്പനം, അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അത് യക്കോബ്സൺ പറഞ്ഞത്. എന്നാൽ എഴുത്തച്ഛന്റെ രചന അനുവർത്തനമാകുന്നത് മറ്റ് ഒരു കാരണം കൊണ്ടാണ്. അത് അനുവർത്തനമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരേ മാധ്യമത്തിലിരിക്കുമ്പോഴും staying within the same parameters of a medium, he radically altered the form of the text. അതാണ് വാസ്തവത്തിൽ എഴുത്തച്ഛന്റെ കൃതിയെ, രചനയെ അഡാപ്റ്റേഷൻ ആക്കുന്നത്, അനുവർത്തനമാക്കുന്നത്, അല്ലെങ്കിൽ അനുകൽപ്പനം ആക്കുന്നത്. അതെങ്ങനെയാണ്? അത് പലതരത്തിലാണ്. അത് കൃതിയുടെ ഇതിവൃത്തത്തെ, പ്ലോട്ടിനെ അടക്കം മാറ്റുക, അതിലെ കഥാനായകന്റെ സ്വഭാവത്തെ മാറ്റുക. ഇപ്പൊ നമുക്കറിയാം, വാൽമീകിയുടെ രാമൻ തീർച്ചയായിട്ടും ഒരു ദൈവമല്ല. ഇപ്പൊ നാരദൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് നരന്മാരിൽ ഉത്തമൻ ആരാണ്, പുരുഷോത്തമൻ ആരാണ്, അയാളെ പറ്റി ഒരു കാവ്യം രചിക്കാനാണ്. വാൽമീകി ചെയ്തതും അതാണ്. വാൽമീകി ചെയ്തത് നരന്മാരിൽ ഉത്തമൻ അല്ലെങ്കിൽ പുരുഷോത്തമനായ രാമനെ പറ്റിയിട്ടാണ് ആ കാവ്യം രചിച്ചത്. പക്ഷെ എഴുത്തച്ഛന്റെ രാമം ദൈവം തന്നെ ആവുന്നുണ്ട്. ഇത് ചരിത്രത്തിലൂടെ വന്ന ഒരു മാറ്റമാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലത്ത് പ്രത്യേകിച്ചും ഈ നിറഞ്ഞൊഴുകിയിരുന്ന ഈ ഭക്തിയെ കാവ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് എഴുത്തച്ഛൻ ചെയ്തത്. അപ്പൊ നോക്കുക, അപ്പൊ എഴുത്തച്ഛന്റെ കാവ്യത്തില് ഈ രാമൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഇതിഹാസ പുരുഷൻ, എന്തായാലും അദ്ദേഹത്തിന്റെ സ്വരൂപം മാറിയിരിക്കും. ഇനി കാവ്യത്തിൽ തന്നെ ഭക്തിഭാവം പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും വാൽമീകിയുടെ രാമായണത്തിൽ ആ ഭക്തിഭാവം ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ.
കാരണം അതിലാ സീതാവോഖ്യാനത്തിലൊക്കെ കാണുന്നത് കൃത്യമായിട്ടും അതിന്റെ പുരുഷോത്തമൻ എന്ന രാമൻ കയ്യാളിയ സ്ഥാനത്തിന്റെ വിമൃഷ്ടിയാണ്. അപ്പൊ ഈ ഇത്തരത്തിൽ നമുക്ക് കാണാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, മാധ്യമങ്ങളിലൂടെയുള്ള സഞ്ചാരം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമം, ഒരു ചിഹ്ന വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് മാറും. അത് ഏറ്റവും പ്രാഥമികം. രണ്ടാമത്തെ കാര്യം, ഈ കൃതിയുടെ, അതായത് ആദ്യ കൃതിയുടെ, നമ്മൾ ആന്റിസീഡന്റ് ടെക്സ്റ്റ് എന്നുള്ളതിന് നമുക്ക് തൽക്കാലം ആദ്യ കൃതി എന്ന് വിളിക്കാം. അപ്പൊ ആദ്യ കൃതിയുടെ ആ സ്വരൂപത്തിൽ വരുന്ന മാറ്റം, ആദ്യ കൃതിയെ ശരിക്ക് പറഞ്ഞാൽ ഒന്ന് പൊളിച്ചെഴുതുന്നത്, ഇതിനെയാണ് അനുവർത്തനം അല്ലെങ്കിൽ അനുകൽപ്പനം. അപ്പൊ രണ്ടുമുണ്ട്. മാധ്യമം മാറിയിട്ട് മറ്റൊരു ചിഹ്ന വ്യവസ്ഥയിലേക്ക് ഒരു കൃതിയെ പരാവർത്തനം ചെയ്യുന്നതിന്, വിവർത്തനം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റുന്നതാണ്. അപ്പൊ അതിനെ മാറ്റുന്നതിനെ നമ്മള് അനുവർത്തനം അല്ലെങ്കിൽ അനുകൽപ്പനം എന്ന് പറയും. അതേപോലെ തന്നെ അത് ഒരേ മാധ്യമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ, അതായത് വിവർത്തനത്തെ പറ്റി പറയുന്ന ഏറെക്കുറെ അത് മൂലകൃതിയോട് അടുത്ത് നിൽക്കും എന്നാണ്. പക്ഷെ സ്വതന്ത്ര വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഥയൊക്കെ എടുത്തിട്ട് ആകെ മാറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള വിവർത്തനങ്ങളുണ്ട്. ഫ്രീ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയുന്നത് കവിതയിൽ മാത്രമല്ല, കഥാസാഹിത്യത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞിരുന്ന കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, ഇത് രണ്ടും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർച്ചതാണ്. ഏതാണ് വിവർത്തനം, നമ്മൾ അതിനെ കൃത്യമായി വേർതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. വിവർത്തനം, അനുവർത്തനം, ട്രാൻസ്ലേഷൻ, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും തികച്ചും വേറിട്ടെടുക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എന്ന് വിചാരിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള നമ്മള് ഓവർലാപ്പ് എന്ന് പറയുന്നത്, വാട്ട് വി കോൾ ഓവർലാപ്പ്, അത് പലതിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളിലും അങ്ങനെ ഉണ്ട്. എന്താണ് ഇപ്പൊ ആണ് പെണ്ണ് എന്നുള്ളത് തന്നെ നമുക്കറിയാം. അത് ഇത്തരത്തില് രണ്ടും ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ആരും 100% ആണല്ല, 100% പെണ്ണല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ ഒരു ശതമാനം അടക്കം മാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലുള്ള മനുഷ്യരുണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, ഈ ഒരു എന്താ പറയാ ഫ്ലക്സ്, നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കൃതികൾക്കൊക്കെ ഉണ്ട്. കൃതികൾക്കും അവയുടെ പുനർരചനകൾക്കുണ്ട്. ഇത് വ്യക്തമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒഥല്ലോയുടെ പുനർരചനയിലേക്ക് പോകാം. ഒരു കാര്യം, അനുവർത്തനം, അഡാപ്റ്റേഷൻ ഏതുവരെ പോകാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതുവരെ പോകാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആദ്യ കൃതിയിൽ നിന്ന് അകലാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ വളരെ ആപേക്ഷികമാണ് കേട്ടോ. കാരണം വിവർത്തനങ്ങൾ തന്നെ കുറച്ചൊക്കെ അകലുന്നുണ്ട്. അതേപടി പുനഃസൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ അറിയാം. അത് രണ്ട് ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസവും രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും. ഇപ്പൊ ലേഡി ഷാറ്റർലീസ് ലവറൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതിൽ പറയുന്ന തെറികളൊക്കെ മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കിയാട്ടെ. അപ്പൊ ഇത് സാധാരണ വിവർത്തനം ആണെങ്കിൽ തന്നെ അത് മൂലകൃതിയിൽ നിന്ന് അകലുന്നുണ്ട്, ഞാൻ പറഞ്ഞു. പക്ഷെ വ്യക്തമായും മൂലകൃതിയിൽ നിന്ന് അകലുന്നതിനെയാണ്, അല്ലെങ്കിൽ അകലുന്നതായിട്ട് നമ്മൾ കാണുന്നതിനെയാണ് എന്ത് പറയുന്നത്, അനുവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകൽപ്പനം എന്ന് പറയുന്നത്, അഡാപ്റ്റേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോ മൂലകൃതിയിൽ നിന്ന് വളരെ അകലുന്നതിനെ ഇതേപ്പറ്റി എഴുതിയ ഒരു ട്രാൻസ്ലേഷൻ സ്കോളർ, അഡാപ്റ്റേഷൻ സ്കോളർ എന്ന് പറയാം. അവരുടെ പേര് ജൂലി സാൻഡേഴ്സ്. പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അഡാപ്റ്റേഷൻ ആൻഡ് അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതിനെയാണ് ഈ രണ്ടാമത്തെ വകുപ്പിൽപ്പെടുത്തത്. അതായത് യൂസിങ് ദി ആന്റിസിഡന്റ് ടെക്സ്റ്റ് ഓൺലി ആസ് എ പ്രിടെക്സ്റ്റ് ടു ലോഞ്ച് ഇൻ ടു സംതിങ് എൽസ്. അതിൽ നിന്ന് തുടങ്ങുന്നു, എവിടെ എത്തുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ആ വാക്ക് ഇറ്റ്സ് എ ലോഡഡ് വേർഡ്. നമുക്കറിയാം, അത്ര സുഖമുള്ള ഒരു വാക്കല്ല എന്ന് നമുക്കറിയാം. ആ വാക്കിന് ഒരുപാട് അർത്ഥ വിവക്ഷകളുണ്ട്. പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ പിടിച്ചു പറ്റുക എന്നൊക്കെ പറയുന്ന അർത്ഥങ്ങളുണ്ട് അപ്രോപ്രിയേറ്റ് എന്ന് പറയും. അപ്പൊ അത്രയ്ക്ക് നമ്മൾ കാണണ്ട, എങ്കിലും അത് ആദ്യ കൃതിയിൽ നിന്ന് ഒരുപാട് നീങ്ങി പോകുന്നുണ്ട്. കുറെ കൂടി അടുത്ത് നിൽക്കുന്നതിനെയാണ് പിന്നെ ജൂലി സാൻഡേഴ്സ് അഡാപ്റ്റേഷൻ പ്രോപ്പർ എന്ന് പറയുന്നത്.
അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ വാക്കുകൾക്കും ഈ ഒരു അനിശ്ചിതത്വം ഉണ്ട്, കണ്ടല്ലോ. അപ്പൊ ഈ അനിശ്ചിതത്വം എന്നുള്ളത് നമ്മളൊരു സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത കൂടി ആയിരിക്കാം. കൃത്യമായിട്ടൊരു വാക്കിന് ഇന്നർത്ഥം, അതിൽ ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് പക്ഷെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഏകദേശം അറിയാം, നോക്കുമ്പോ അറിയാം ഇത് നീങ്ങി നീങ്ങി എവിടെ എത്തിയിട്ടുണ്ട്. ഇത് അഡാപ്റ്റേഷൻ ആണോ അതോ അപ്രോപ്രിയേഷൻ ആണോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെയും ചില കാര്യങ്ങളുള്ളത്, ഒന്ന്, ഒരു കൃതിയെ അനുവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അനുകൽപ്പന ചെയ്യുമ്പോൾ അതിനെ മൊത്തം എടുത്ത് ചെയ്യണം എന്നില്ല. അപ്പോ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത് മഹാഭാരതത്തിലെ ഒരു ചെറിയ ആഖ്യാനത്തിന് എടുത്തിട്ടാണ് അനുവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ കാളിദാസൻ തന്നെ അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ഒരു ചെറിയൊരു ഭാഗത്തിനെ ഉപയോഗിച്ചിട്ടാണ്. ഇനി അത്രയും വേണമെന്നില്ല. നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു ടെക്സ്റ്റില് നമ്മൾ നടത്തുന്ന പരാമർശങ്ങൾ, അല്ലെ? ഇപ്പൊ നമ്മൾ സാധാരണ എഴുതുമ്പോഴൊക്കെ പറയുന്ന സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. റാഡിക്കലായ ഒരു മാറ്റമല്ല എന്ന് സന്ദേശത്തില് ഡയലോഗ്, അല്ലെങ്കിൽ അതായത് ഉത്തമ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോളിടെക്നിക്കില് പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ മറ്റ് ചില കൃതികളോടുള്ള സൂചനയാണത്, എല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയും വാസ്തവത്തിൽ നമുക്ക് അഡാപ്റ്റേഷന്റെ കൂട്ടത്തിൽ പെടുത്താം. അപ്പൊ ഒരു കൃതിയെ ഭാഗികമായിട്ട് അനുവർത്തിക്കുന്നത് അല്ലെങ്കിൽ അനുകൽപ്പന ചെയ്യുന്നത്. ഇനി രണ്ട് കൃതികളെ ഒന്നിച്ചെടുത്തിട്ട് ഒരു ടെക്സ്റ്റിനകത്ത് അനുകൽപ്പന ചെയ്യും. നിങ്ങൾ MP സുകുമാരൻ നായരുടെ കഴകം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതില് 2 M സുകുമാരൻ കഥകളെയാണ് അനുവർത്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ അനുകൽപ്പന ചെയ്യുന്നത്. അത് ഒന്ന് നക്ഷത്ര രശ്മി എന്നുള്ള ഒരു കഥ, 2 തിത്തുണ്ണി എന്നുള്ള കഥ. നക്ഷത്ര രശ്മി എന്ന കഥയിൽ ഇപ്പൊ അടുത്ത കാലത്തെ ചർച്ചകളിലൊക്കെ ഇടം പിടിക്കേണ്ട തരത്തിലുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ്, എസെക്ഷൽ എന്ന് പറയാവുന്ന ഒരു സ്ത്രീയാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രതിനിധാനം അതാണ് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ കഥയിൽ, തിത്തുണ്ണി എന്നുള്ള കഥയിൽ, ഒരു ചെറിയ കുട്ടിയോട് ഉള്ള സ്നേഹം അത് ഒരു തലത്തിൽ വളർന്നിട്ട് അത് കാമുക സ്നേഹം പോലെ ആവുന്നതാണ്. അതിന്റെ സൂചനകളേ ഉള്ളൂ. അതിന്റെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടി മരിക്കുമ്പോൾ ഈ സ്ത്രീ വെളുത്ത വസ്ത്രം ധരിക്കുന്നത്. ഈ 2 തീമുകൾ, അത്രയ്ക്ക് അടുപ്പമില്ലാത്ത 2 തീമുകൾ ഒരൊറ്റ സിനിമയ്ക്കകത്ത് ബന്ധിക്കുകയാണ് MP സുകുമാരൻ നായർ ചെയ്തത്. പടം കിട്ടാനില്ല, യൂട്യൂബിലൊക്കെ ഞാൻ തെരഞ്ഞു, ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ഒരു കൃതിയെ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് പുനർരചനയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഈ കണ്ട ഉദാഹരണങ്ങളൊക്കെ. ഇനി ഒന്നുകൂടി പറയാം, പിന്നെ അനുവർത്തനത്തിന്റെ ചരിത്രം വളരെ നീണ്ടതാണ്. ഇതേപ്പറ്റി പഠിച്ച ആളുകളൊക്കെ പറഞ്ഞത് ഇത് എത്രയോ കാലം മുമ്പുണ്ടത്. അങ്ങനെ കൃതികൾക്ക് ഒരു നിയതമായിട്ടുള്ള ഭദ്രത, ആരും അത് തൊടില്ല, അല്ലെങ്കിൽ ഇനി അഥവാ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ തന്നെ വിശ്വസ്തമായിട്ടേ വിവർത്തനം ചെയ്യും. ഇപ്പൊ വിശ്വസ്തത എന്നുള്ള ആശയം ഏതാണ്ട് നമ്മൾ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യു നോ ലോnger സബ്സ്ക്രൈബ് ടു ദി ഐഡിയ ഓഫ് ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ. അതില്ല. സോ it's almost passe, you can say. We no longer think of faithful translations. അപ്പൊ അതില്ലാത്ത അവസ്ഥയിൽ ഒരു കൃതിയെ ഏതൊക്കെ തരത്തിൽ പുനർരചന, ഇപ്പൊ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം പറഞ്ഞു, മാളവികാഗ്നിമിത്രം, പലതും പഴയ പുരാവൃത്തങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് ഏതൊക്കെ തരത്തില് അവയെ ആ പുരാവൃത്തത്തിനെ അല്ലെങ്കിൽ ആഖ്യാനത്തെയൊക്കെ മാറ്റുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2500 വർഷത്തെ ചരിത്രമെങ്കിലും അനുവർത്തനങ്ങൾക്കുണ്ട്. അവിടെ പാശ്ചാത്യ ലോകത്തിലും അത് തന്നെ. ഹോമറുടെയൊക്കെ ഇതിഹാസ കാവ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് ചില നാടകങ്ങളൊക്കെ എഴുതുന്നത്. സോഫോക്ലീസിന്റെ പിന്നെ അരിസ്റ്റോഫേനസിന്റെ ഒക്കെ നാടകങ്ങൾ. അപ്പൊ അവിടെയുണ്ട് ഏതാണ്ട് ഇത്രയും ചരിത്രം, അനുവർത്തനത്തിന്റെ ചരിത്രം. ഒരു കൃതിയിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഒരു കൃതിയുടെ ഒരു ഭാഗം എടുത്ത് ഉപയോഗിക്കുക, അതിനെ വളരെ ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തോളം മാറ്റുക, ഇങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യം എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിക്കുക. ഈ സ്വാതന്ത്ര്യങ്ങളെ തടയുന്നത് പകർപ്പവകാശ നിയമം മാത്രമാണ് സത്യത്തിൽ.
എഴുത്തച്ഛന്റെ കാലത്ത് അതില്ല. എഴുത്തച്ഛന്റെ കാലത്ത് വാൽമീകിയുടെ കോപ്പിറൈറ്റ് ചോദിക്കുന്ന പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് എഴുത്തച്ഛന് സുഖമായിട്ട് ആ രാമായണം തൻ്റെതായ രീതിയിൽ പുനർരചിക്കാൻ പറ്റി. പക്ഷെ ഇന്നതല്ല. ഇന്നിപ്പോ എനിക്കിപ്പം സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില അല്ലെ, പുതിയ നോവല്. അപ്പൊ അതെനിക്ക് വളരെ റാഡിക്കലായിട്ടൊന്ന്, ഇപ്പം ശങ്കരാടി പറഞ്ഞ പോലെ റാഡിക്കലായിട്ടൊന്ന് പുനർരചന നടത്തണമെങ്കിൽ, നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പുനർരചന നടത്തിയിട്ട് പ്രസിദ്ധീകരിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട വലിയ കുഴപ്പമില്ല. അതിന്റെ ഇപ്പൊ നിലവിലുള്ള നിയമം എനിക്കറിയില്ല, പക്ഷെ അതിനും ഈ നിയമം ബാധകമായിരിക്കും. ഏതായാലും എനിക്കത് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം വേണം. അപ്പൊ കോപ്പിറൈറ്റ് നിയമങ്ങളാണ് വാസ്തവത്തില് ഇത്തരത്തിലുള്ള പുനർരചനകൾക്ക് വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. കോപ്പിറൈറ്റ് നിയമങ്ങൾ വരുന്നത് ലോകത്തിൽ തന്നെ 1707 ബ്രിട്ടനിലാണ് ആദ്യത്തെ കോപ്പിറൈറ്റ് നിയമങ്ങൾ വരുന്നത്. അപ്പൊ അതിനുശേഷം ഒരു കൃതിയെ, മരിച്ചുപോയ ആൾക്കാരുടെ കൃതി എടുത്ത് എന്തും ചെയ്യാം. 60 വർഷം കഴിഞ്ഞാൽ, മരിച്ചിട്ട് 60 വർഷം കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരുടെ കൃതി എടുത്തിട്ട് വിവർത്തനം ചെയ്യുകയോ അനുവർത്തനം ചെയ്യുകയോ എന്ത് വേണം ചെയ്യാം. അവരുടെ റൈറ്റ് നമുക്ക് ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൃതി പുനർരചിക്കണം അല്ലെങ്കിൽ വിവർത്തനം എന്ത് ചെയ്യണമെങ്കിലും അതിന് കോപ്പിറൈറ്റ് ആവശ്യമാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പുനർരചന ചിലരൊന്നും പറയാറില്ല എന്ന് മാത്രം. എങ്ങനെ പുനർരചിച്ചാലും പ്രശ്നമൊന്നുമില്ല. അത് അവരുടെ ബുദ്ധിയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ കൃതികൾക്ക് അത്രയും പ്രശസ്തി കിട്ടും എന്നുള്ളതാണല്ലോ കാര്യം. അപ്പൊ അതിപ്പോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അക്ബർ കക്കട്ടലിന്റെ ഒക്കെ കഥകള് വളരെ അധികം മാറ്റം വരുത്തിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതാണ് കാതലായ കാര്യം. അപ്പോ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇന്ന് ഈ കോപ്പിറൈറ്റിനെ തകർത്തുകൊണ്ടുള്ള പുനർരചനകളാണ്. അത് ഏറ്റവും അധികം കാണുന്നത് വാട്സപ്പ് പോലുള്ളതിലാണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാകുക പോലുമില്ല ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ചില അറിയപ്പെടുന്ന വലിയ കൃതികളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് റീറൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ സിനിമയിൽ തന്നെ ഇപ്പൊ രാമായണത്തിന്റെ ഒരു പാരഡി ഉണ്ടല്ലോ, മാമുക്കോയ ഏതൊരു സിനിമയിൽ ചെയ്തു. അതായത് പിന്നെ കൈകേയിക്ക് പകരം ഏതോ ഒരു ആചാര്യ മൂന്നാമത്തെ ഭാര്യയാണ്. പിന്നെ ജീപ്പ് ചുരം ഇറങ്ങുമ്പോൾ അതിന്റെ വീലിന്റെ നട്ട് ഊരി തെറിച്ചുപോയി, അതിന് പകരം കാതിലെ തോടെ എടുത്ത് വെക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീറൈറ്റിംഗ് ഉണ്ട്, ഗംഭീരമായിട്ടുള്ള റീറൈറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് നിലനിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പിറൈറ്റിന്റെ പ്രശ്നം അതിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ പുതിയ എഴുത്തുകാരുടെ കൃതികൾ എടുത്തിട്ട്, കൃതികളുടെ ചില സന്ദർഭങ്ങളൊക്കെ എടുത്തിട്ട് ഇത്തരത്തിൽ തമാശ ഉണ്ടാക്കുകയാണെങ്കിലും അത്ര വലിയ പ്രശ്നമില്ല. അതിന്റെ പിന്നാലെ പോയി അത് തെളിയിക്കാനും ബുദ്ധിമുട്ടാണ് പറഞ്ഞ പോലെ. പക്ഷെ ഏതായാലും ഇത് തന്നെയാണ്, ഇതിനെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള പാഠാന്തര ബന്ധം, അൺലിമിറ്റഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയാം. ഏത് കൃതിയും എടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും പുനർരചിക്കാനുള്ള ഒരു സാഹചര്യം, അത് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. എന്തിൻ്റെയൊക്കെയാണ് സൂചന, ആരുടെയൊക്കെയാണ് ഫോട്ടോ. ഇപ്പൊ ടിക്ടോക്കിൽ കണ്ടില്ലേ, അത് ചെയ്യുന്നത് മിക്കവാറും ഇത്തരത്തിലുള്ള ഒരുതരം അൺലിമിറ്റഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റിയാണ് അതിലൂടെ വരുന്നത്. അപ്പൊ അതൊന്നും തടയാൻ പറ്റുകയില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കോപ്പിറൈറ്റ് നിയമങ്ങളുടെ വലിയ പരിമിതിയും കൂടിയാണ് അത്. അങ്ങനെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും പേരിൽ കേസ് എടുക്കാൻ പറ്റില്ല, എളുപ്പമല്ല അത്. ആ മീഡിയ തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ അതിനാരും മെനക്കെടാറില്ല. അപ്പൊ ഈ പണത്തിന്റെ ഈ കോപ്പിറൈറ്റിലൂടെ ഉണ്ടാവുന്ന ഈ കോപ്പിറൈറ്റ് പിന്നെ നിയാമകമായിട്ട് വെക്കുന്ന ഈ മൂലധനത്തിന്റെ, അതായത് ഈ കൃതിക്ക് മേലെ ആർക്കാണ് അവകാശം. ഇപ്പൊ നമ്മൾ പണം രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡിവിഡൻസ് ഓൺ ഇറ്റ്. നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനത്തിന് ഒരു ഭാഗം എടുത്ത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഡിവിഡൻഡ് കിട്ടും. അപ്പൊ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാഷയിലേക്ക് കൃതി വിവർത്തനം ചെയ്തു പോകുമ്പോൾ അതിന് കിട്ടുന്ന റോയൽറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ കിട്ടുന്ന പകുതിയാണ്. പകുതി വിവർത്തകർക്ക്, പകുതി ആദ്യ കൃതികളുടെ രചയിതാക്കൾക്ക്, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് പോലെയാണ്. ആ ബന്ധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അതിന്റെ ആ ബന്ധത്തിന്റെ തന്നെയും നിലനിൽപ്പ് അപകടത്തിലായ പോലെ തന്നെ ഈ കോപ്പിറൈറ്റ് എന്ന ഈ വ്യവസ്ഥയുടെ, നിയമത്തിന്റെ നിലനിൽപ്പും ഏതാണ്ട് അപകടത്തിലായിട്ടുണ്ട്. അപ്പൊ അത് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നൊക്കെ വലിയ വായിൽ പറയുന്ന
ആ സംഭവത്തിന്റെ നിലനിൽപ്പും അപകടത്തിലായിരുന്നു. കാരണം ഇന്റലക്ച്വൽ ആയിട്ട് ഒരു സാധനം ഒരാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റൊരാൾ കാശുണ്ടാക്കുന്നു എന്നുള്ളിടത്ത് മാത്രമാണ് അതിന്റെ ധാർമ്മികത എന്നാണ് തോന്നുന്നത്. അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളിടത്ത്, അല്ലെങ്കിൽ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളിടത്ത് ഈ തരത്തിലുള്ള ഒരു കുറ്റകൃത്യമില്ല. അതാണ് അതിന്റെ ഒരു ശരിയായ നിലപാട് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചില കാര്യങ്ങൾ അനുവർത്തനത്തെ പറ്റി ആലോചിക്കാൻ പറ്റുന്നത്. അതാണ്. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലേഖനങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും എത്തിക്കാം. ഇതിനെപ്പറ്റി മലയാളത്തിൽ വന്നിട്ടില്ല, കുറച്ച് വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഒഥല്ലോയിലേക്ക് വരാം. ഒഥല്ലോയെ പറ്റി ജെന്നി ടീച്ചർ പറഞ്ഞു. ജെന്നി റപ്പായി ഇൻട്രൊഡ്യൂസ് ദ ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം, അതിന്റെ പിന്നെ അത് ആ നാടകത്തിന്റെ നാടകം ഏത് തരത്തിലാണ് പിന്നെ നമ്മുടെ സംസ്കാരത്തില് ഒരു വലിയ സ്വാധീനം ചെലുത്തിയത് പാശ്ചാത്യ സംസ്കാരത്തിൽ, പിന്നെ അതിന്റെ വിവിധ പുനർരചനകളിലൂടെ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയെന്നൊക്കെ ഏതാണ്ട് ജെന്നി ടീച്ചർ സൂചിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. അതായത് ഷേക്സ്പിയറിന്റെ കൃതികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 37ഓളം നാടകങ്ങളാണ് നമുക്കുള്ളത്, കവിതകൾ വരെ. ഈ 37 നാടകങ്ങളിൽ ഒന്നിന്റെയും കഥ അദ്ദേഹത്തിന്റെ സ്വന്തമല്ല. പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങളും അഡാപ്റ്റേഷൻസ് ആണ്. അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങളും അഡാപ്റ്റേഷൻസ് ആണ്. ഒന്നൊഴിയാതെ എല്ലാ നാടകങ്ങളും അഡാപ്റ്റേഷൻസ് ആണ്. അദ്ദേഹം എടുത്തിട്ടുള്ള ചില സോഴ്സുകളെ പറ്റി നമുക്കറിയാം. വി നോ ഫ്രം certain sources, some of the sources from which he borrowed his stories. ഒന്ന് ഹോളിൻഷെഡ്സ് ക്രോണിക്കിൾസ്, ചരിത്രരേഖകളാണ്. പിന്നെ ലിവിയുടെ ചരിത്രം, റോമൻ ചരിത്രകാരൻ ലിവിയുടെ, ജൂലിയസ് സീസറിന്റെ ഒക്കെ പ്രമേയങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ്. അപ്പോ പ്രസിദ്ധീകരിച്ച കൃതികള്, പിന്നെ പുരാവൃത്തങ്ങള്, ഗ്രീക്ക് ഇതിഹാസം, ഇങ്ങനെ നാനാവിധത്തിലുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്ക് വേണ്ട കഥകൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വലിയൊരു തമാശ അതാണ്. നമ്മൾ ഷേക്സ്പിയറിന്റെ വിവർത്തനത്തെ പറ്റി പറയുമ്പോൾ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ തന്നെ ഒരർത്ഥത്തില് അഡാപ്റ്റേഷൻസ് ആണ് ഓർക്കേണ്ടത്. ഒറ്റ കഥയും അദ്ദേഹം സ്വന്തമായിട്ട് എടുത്തില്ല. അപ്പൊ അത് പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യം കൂടി ഓർക്കുക. അതായത് കഥ ഒറിജിനൽ ആവുന്നതിലല്ല കാര്യം, അതിനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇവിടെയാണ് ഷേക്സ്പിയറിന്റെ മൗലികത ഷേക്സ്പിയറിന്റെ എന്നല്ല ഏത് എഴുത്തുകാരന്റെയും മൗലികത എന്ന പ്രശ്നം വരുന്നത്, ഒറിജിനാലിറ്റി. ബിക്കോസ് യു ആർ ഒറിജിനൽ ഇൻ റൈറ്റിംഗ് സംതിങ് ഇൻ യുവർ ഓൺ വേ, ഓക്കെ, in formulating a text in your own way, not in presenting everything which is entirely yours. അതൊരു സാധനം തന്നെയില്ല. ഇപ്പൊ നമ്മള് വേറെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ആരും അറിയാം എഴുതി വന്നു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ചിലപ്പോൾ കാണും ഇത് വേറെ ആരോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് മോഷ്ടിച്ചതല്ല, തികച്ചും യാദൃച്ഛികമാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതികൾക്കൊരു സ്വാരൂപ്യം ഉണ്ടല്ലോ, അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു കഥ എടുത്തിട്ട് ഇപ്പൊ എന്റെ തന്നെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാള് എടുത്തിട്ട് ഒരു കഥ എടുത്ത് എഴുതിയാൽ ചിലപ്പം ഞാൻ എഴുതിയ പോലെ ഉണ്ടാവും. അതാണ് കാര്യം. അപ്പൊ ആ മൗലികത എന്നുള്ള കാര്യം നമുക്ക് വിടാം. ചില പ്രത്യേക ഷേക്സ്പിയറിന്റെ കാര്യത്തിൽ ഷേക്സ്പിയറിന്റെ പ്രത്യേക ചരിത്ര സാഹചര്യമുണ്ട്. ദി എലിസബത്തൻ ഏജ്, ലേറ്റ് 16th century ആൻഡ് ഏർലി 17th century. ഷേക്സ്പിയർ 1564 മുതൽ 1616 വരെയാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ആ ഒരു കാലമുണ്ട്, ആ ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്, ചരിത്ര സന്ധിയുണ്ട്. ആ കാലത്തെ നാട്ടിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആ പശ്ചാത്തലത്തിലാണ് നാടകങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ നാടകങ്ങള് പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്നതിൽ അതിനൊക്കെ പങ്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചരിത്ര സാഹചര്യത്തിൽ ഉള്ള ആളാണ് ഷേക്സ്പിയർ എന്നതുകൊണ്ടാണ് നാടകങ്ങൾ എങ്ങനെയായത്. മറ്റൊരാളാണെങ്കിലും ഇപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എഴുതാൻ പോകുന്നില്ല. എന്നാലും ഇപ്പൊ ഞാൻ ഇന്നാണ് ഒഥല്ലോ എഴുതുന്നതെങ്കിൽ ഒഥല്ലോ പോലെയുള്ള ഒരു നാടകം എഴുതുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായും അവസാനത്തെ ആ ഒരു കത്തിക്കുത്ത് രംഗം ഞാൻ ഒഴിവാക്കും.
അത്ര മെലോഡ്രാമാറ്റിക് ആണത്. പക്ഷെ അന്ന് ആ പ്രശ്നമില്ല. അതായത് 1600 1600-1601 മറ്റാണ് ഈ ഒഥല്ലോ എഴുതുന്നത്. അന്ന് അത് ആൾക്കാർ ഇങ്ങനെ കണ്ടിരിക്കും, ഞെട്ടലോടുകൂടി കണ്ടിരിക്കും. സ്റ്റൈലൈസ്ഡ് ആണെങ്കിൽ പോലും ഇന്നത്തെ പോലെ അങ്ങനെ പിന്നെ റിയലിസ്റ്റിക് ആയിട്ടല്ല ഈ കത്തിക്കുത്ത് കാണിക്കുന്നത്. അപ്പോ ഇതാണ് കാര്യം. അപ്പൊ ഷേക്സ്പിയർ തന്നെ ഒരു അഡാപ്റ്റേഷൻ, ഒരു റീറൈറ്റർ ആണ്. ഈസ് എ റീറൈറ്റർ. ഇതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പൊ അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നാൽ ഷേക്സ്പിയറിന്റെ പ്രതിഭ അതിന് മുകളിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ നാടകങ്ങൾ ഉണ്ടായത്. അപ്പൊ അതിനെ തീർച്ചയായും നമ്മൾ മതിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭയാണ് ഇതിന്റെ മുകളിൽ പ്രവർത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇതേപോലെ തന്നെ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ എടുത്തിട്ട് ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ അവലംബിച്ച് മറ്റു ചിലർ ചെയ്യുന്നതും ഒരു പക്ഷെ ഇത്ര തന്നെ ശക്തമായ കൃതികളാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞോണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ഷേക്സ്പിയറിന്റെ ഈ നമ്മൾ കാണാൻ പോകുന്ന ഈ അനുവർത്തനങ്ങളിലേക്ക് പോകേണ്ടത്, അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഷേക്സ്പിയറിന്റെ ഈ സ്രോതസ്സിനെ പറ്റിയാണല്ലോ ആലോചിക്കുന്നത്. ഈ വാട്ട് അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഹിസ് ഒഥല്ലോ. ഒഥല്ലോയുടെ കഥ നമുക്ക് പെട്ടെന്ന് അറിയാവുന്നത് ചിന്തിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ എഴുത്തുകാരന്റെ പേര് വളരെ നീണ്ട പേരാണ്. ചിന്തിയോ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. CINTHIO. അത് ടൈലറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. റിച്ചർഡ് ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവർത്തകനാണ്. നെറ്റിൽ കിട്ടാനുണ്ട് കഥ, കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കാം. ഓക്കെ. അതിന്റെ പേര് ഓൺ കോപ്പിത്താനോ മോറോ, ഇറ്റാലിയൻ. അതായത് എ മൂറിഷ് ക്യാപ്റ്റൻ. ഓക്കെ. ഒരു കാട്ടറബി കപ്പിത്താൻ. കാട്ടറബികൾ എന്നാണല്ലോ അങ്ങനത്തെ ആൾക്കാരെ പറയാറുള്ളത്. കാപ്പിരിയോ എന്നൊക്കെ പറയുന്നവരെ കാട്ടറബി. മൂർ എന്ന വാക്ക് ചേർത്തുണ്ട്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞ ഒരു കാട്ടറബി കപ്പിത്താൻ എന്ന് പറയാവുന്ന ഈ കഥയിൽ നിന്നാണ് ഒഥല്ലോ എന്ന നാടകം ഷേക്സ്പിയർ എഴുതുന്നത്. ഈ കഥയെ അവലംബിച്ചാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ചിന്തിയോയുടെ കഥ ഷേക്സ്പിയറിന്റെ നാടകം പോലെയല്ല. അതിലെ ഓരോ കഥാപാത്രവും വ്യത്യസ്തമാണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒഥല്ലോ വ്യത്യസ്തമാണ്, ഡെസ്ഡിമോണ വ്യത്യസ്തം. ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളും അതിനകത്തുണ്ട്. ഇയാഗോ ഉണ്ട്, കാഷ്യോ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ കഥ അങ്ങനെ തന്നെ എടുക്കുകയാണ് ഷേക്സ്പിയർ ചെയ്യുന്നത്. അപ്പൊ ആ കഥയുടെ കാലവും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. 1564 രേഖകൾ പ്രകാരം ആ കഥ എഴുതിയത്. അതായത് അവര് ഷേക്സ്പിയറിന്റെ നാടകം വരുന്നതിന്റെ ഒരു 36 വർഷം മുമ്പാണ് അത് എഴുതുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അത് പ്രസിദ്ധീകരിക്കുന്ന കാലത്തിനെ പറ്റിയുള്ള സൂചനകളും ഏതാണ്ട് അതിനകത്തുണ്ട്. അതായത് ആ കഥ നടക്കുന്നതിനെ പറ്റി. കാരണം അത് വെനീസിലാണ് നടക്കുന്നത്. സൈപ്രസ് എന്ന ദ്വീപ്, ഇന്ന് സ്വതന്ത്ര രാജ്യമായിട്ടുള്ള സൈപ്രസ് എന്നുള്ള ദ്വീപ്, ഗ്രീക്കുകാരും തുർക്കിക്കാരും ഒരുപോലെ താമസിക്കുന്നത്. അത് രണ്ടായി വിഭജിച്ചു പോയിട്ടുണ്ട്. സൈപ്രസിന്റെ പുനരേകീകരണം നടന്നിട്ടില്ല. 40% ഭാഗം തുർക്കിയാണ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 60% ഇപ്പം സ്വതന്ത്ര സൈപ്രസ് രാജ്യമായിട്ട് ഗ്രീക്കുകൾ താമസിക്കുന്ന ഭാഗം. അപ്പൊ സൈപ്രസിന് വേണ്ടി വെനീസും തുർക്കികളും തമ്മിൽ നീണ്ട യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ചിന്തിയോ ഈ നാടകം എഴുതുന്നതിന്റെ കുറച്ചു കാലം മുമ്പാണ് അത് തുർക്കികൾ പിടിച്ചെടുക്കുന്നത്. ഈ നാടകത്തില് ഈ കഥയിലെ ഇതിവൃത്തം വെനീസിലെ ഈ ഒഥല്ലോ എന്ന് പറഞ്ഞ കപ്പിത്താനാണ്, കാട്ടറബി ആയിട്ടുള്ള കപ്പിത്താനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുർക്കികൾക്കെതിരായിട്ട് നാവിക യുദ്ധം നടക്കുന്നത്. അപ്പോ അത് കഥയിലുണ്ട്, നാടകത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്ര സന്ദർഭം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ കൃത്യമായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഒഥല്ലോ ആരാണ്? അതില് ഒഥല്ലോയെ ഷേക്സ്പിയർ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു നേരവോ കഥാപാത്രമായിട്ടാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു നിഷ്കു ആയിട്ടാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അയാളെ ഇങ്ങനെ ഈ കഥാനായകനെ പിയാഗോയ്ക്ക് ഭംഗിയായിട്ട് വഞ്ചിക്കാൻ പറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ചിന്തിയോയുടെ കഥയിൽ അത്ര നിഷ്കളങ്കനല്ല. മാത്രമല്ല ഒരു പ്രാകൃതനാണ് എന്നുള്ള സൂചനയും ഷേക്സ്പിയർ കൊടുക്കുന്നുണ്ട്. ഐ ക്യാൻ ടെൽ മൈ അൺവാർണിഷ്ഡ് ടെയിൽ. ഒരു അലങ്കാരവും ഇല്ലാത്തൊരു കഥയാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം കഥ പറയുന്നത്, ഡെസ്റ്റിമോണിയോട് പറയുന്നത്. അപ്പൊ ഇവിടെ അത്ര അൺവാർണിഷ്ഡ് അല്ല. മാത്രമല്ല പിന്നെ ഒരു ആധുനിക യൂറോപ്യന്റെ എല്ലാവിധ
ചേഷ്ടകളും മാനേഴ്സും ഒക്കെ ചിന്ത്യയുടെ കഥയിൽ കാണിക്കുന്നു. ഡെസ്റ്റിമോണെ ചുംബിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആ ഷേക്സ്പിയറിന്റെ നാടകവേദിയിൽ അത് പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതല്ല കാര്യം. ഒരു പ്രാകൃതനൊന്നുമല്ല, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. ചിന്ത്യയുടെ കഥയില് ഒഥല്ലോ അത്ര എന്താ പറയാ വലിയ കുടുംബത്തിൽ നിന്നൊന്നും വന്ന ആളാണ്. ഷേക്സ്പിയറിന്റെ നാടകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആഫ്രിക്കയിലെ ഒരു രാജവംശത്തിൽപ്പെട്ടാണെന്ന്. രാജവംശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും സൂചിപ്പിക്കുന്നുണ്ട്. ചിന്ത്യയുടെ കപ്പിത്താൻ അങ്ങനെയൊന്നുമല്ല. ഇന്ത്യയുടെ കപ്പിത്താൻ ഒരു സാധാരണ കർത്തവർഗക്കാരനായിരിക്കണം. അവിടെ ഇറ്റലിയിൽ വന്ന് ചേർന്ന് വിദ്യാഭ്യാസവും പ്രയത്നം കൊണ്ടൊക്കെ ഒരു ക്യാപ്റ്റനായി എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതല്ല, നന്നായിട്ട് സംസാരിക്കാനും അറിയാം. ഹി ഡസൻ ഡെലിവർ അൺവാർണിഷ്ഡ് ടെയിൽസ്. അങ്ങനെ പിന്നെ ഏണും കോണും ഇല്ലാത്ത കഥകൾ പറയുന്ന, പച്ചയായിട്ട് കഥ പറയുന്ന ആളൊന്നുമല്ല അതിൽ. ഇനി അതിലുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ ഒഥല്ലോയ്ക്ക് ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒഥല്ലോയും ശരിക്കും ആ പുരുഷാധിപത്യത്തിന്റെ ഒരു മൂർത്തി തന്നെയാണ്. ഒരിക്കലും ഭാര്യയുടെ മറ്റൊരു ബന്ധം പൊറപ്പിക്കാത്ത കാര്യം. പക്ഷെ ചിന്തയുടെ ഒഥല്ലോ കുറച്ചും കൂടിയാണ്. അയാള് ശരിക്കും വില്ലൻ തന്നെ ആവുന്നുണ്ട്. അയാള് ഒഥല്ലോ ഡെസ്റ്റിമോണെ കൊല്ലുന്ന പോലെ ഒറ്റ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വികാരത്തിന്റെ തള്ളിച്ചുകൊണ്ടോ അല്ല, വളരെ ആസൂത്രണം ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അതാണ് എന്റെ ലേഖനത്തിലേ പറയുന്നത്. അതായത് ഇയാഗോ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കുകയും അത് പ്രകാരം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ട് ഡെസ്റ്റിമോണ കിടന്നുറങ്ങുന്ന മുറിയുടെ മച്ച്, സീലിംഗ്, അത് പിടിച്ചു വലിച്ച് താഴിട്ട് ഉറങ്ങുന്ന ഡെസ്റ്റിമോണിന്റെ മേലേക്ക് തള്ളിയിട്ടിട്ടാണ് ഡെസ്റ്റിമോണെ കൊല്ലുന്നത്. അതൊരു പ്ലാൻഡ് മർഡറാണ്, നോട്ട് എ ഹോട്ട് ബ്ലഡഡ് മർഡർ. അതാണ് കാര്യം. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കഥയിൽ. അതുപോലെ തന്നെ ഇയാഗോ ആ കഥയിൽ ഒരു മൂന്നാം തരം വില്ലനാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത വില്ലനാണ്. ഇതില് അങ്ങനെയല്ല. ഷേക്സ്പിയർ അയാളെ ഏതാണ്ട് ഒരു ഫിലോസഫർ തന്നെ ആക്കിയിട്ടുണ്ട്, അല്ലെ? എന്റെ സ്വഭാവം എല്ലാവർക്കും കാണാൻ വേണ്ടി കയ്യിൽ കെട്ടി നടക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷേക്സ്പിയറിന്റെ ഇയാഗോ. ഐ ഡോണ്ട് വെയർ മൈ ഹാർട്ട് ഓൺ മൈ സ്ലീവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫിലോസഫി പല കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. രതിയെ പറ്റി പറയാം, സെക്സിനെ പറ്റി പറയുന്നുണ്ട്, പ്രണയത്തിനെ പറ്റി. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുതരം തീർത്തും അവിശ്വാസം കാണിക്കുന്ന സിനിക്കിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഷേക്സ്പിയറിന്റെ ഇയാഗോൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വില്ലൻ തത്വജ്ഞാനി എന്ന് പറയാം. പല വില്ലന്മാരും അങ്ങനെയാണല്ലോ, ഭയങ്കര ബുദ്ധിജീവികളാണ് കാണാം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിജീവി വില്ലനാണ് ഇയാഗോ ഷേക്സ്പിയറിന്റെ നാടകത്തിന്. എന്നാൽ ചിന്തയുടെ കഥയിൽ അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ പിന്നെ വില്ലനാണ്. അയാളുടെ കാര്യവും വ്യക്തമാണ്. പിന്നെ ഈ അധികാര നഷ്ടത്തിലാണ്. മറ്റൊരാളെ ഒഥല്ലോ ലെഫ്റ്റനന്റ് ആയിട്ട് നിയമിച്ചതിൽ അസൂയയാണ്. ഒരു മൂന്നാം തരം വില്ലൻ. ആ മൂന്നാം തരം വില്ലനെ എടുത്തിട്ടാണ് ഷേക്സ്പിയർ ഏതാണ്ട് ഒരു തത്വജ്ഞാനി തന്നെ ആക്കിയത്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നതാണ് പെട്ടെന്ന്. അപ്പോ അതിന്റെ മറ്റൊരു കാര്യം, ചിന്ത്യയുടെ കഥയില് വേറെ ചില രസകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒഥല്ലോയെ പെട്ടെന്ന് പിടികിട്ടുന്നില്ല. കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ട് ഒഥല്ലോയെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ലോക്കപ്പ് മർദ്ദനമൊക്കെ നടത്തിയിട്ട് അയാൾ കുറ്റം സമ്മതിക്കുന്നില്ല. അപ്പൊ കുറ്റം തീരെ സമ്മതിക്കാത്തതുകൊണ്ട് അവിടുത്തെ പ്രഭുവിന് അയാളെ വിട്ടയക്കേണ്ടി വന്നു ഒഥല്ലോ പിന്നെ മരിക്കുന്നത് 10 വർഷം കഴിഞ്ഞാണ്. അതായത് ഡെസ്റ്റിമോണയുടെ ചില ബന്ധുക്കളാണ് ഇയാളെ വകവരുന്നത്. നേരത്തെ പ്രതികാരത്തിന് കൂപ്പിട്ട് നടന്നിട്ട് അവസാനം ഇത് കൊലപാതകം തന്നെയാണെന്ന് അവർക്ക് ഏതാണ്ട് സൂചന കിട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇയാഗോ മരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഷേക്സ്പിയറിന്റെ നാടകത്തില് അത് വരമ്പത്തുനിന്ന് കൂലി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രണ്ടാളും മരിക്കുന്നത്. ഒഥല്ലോ മരിക്കുന്നത്, ഡെസ്റ്റിമോണ മരിക്കുന്നത്, ഡെസ്റ്റിമോണയെ കൊല്ലുന്നത്, അത് കഴിഞ്ഞ് ഇയാഗോ കൊല്ലപ്പെടുന്നത്, ഇതൊക്കെ തന്നെ. അപ്പൊ ഇതിന്റെ ഒരു രഹസ്യം നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എത്ര കൃത്യമായിട്ട് ആണ് നമുക്കത് പറയാൻ പറ്റുമെന്നല്ല. പക്ഷെ ചിന്ത്യയുടെ ഇറ്റലി പോലെ ആയിരുന്നില്ല ഷേക്സ്പിയറിന്റെ ബ്രിട്ടൻ. ചിന്ത്യയുടെ ഇറ്റലിയില് എങ്ങനെയാന്ന് വെച്ചാല്, ഇറ്റലിയിലാണ് ആദ്യം നവോത്ഥാനം നടന്നതെന്ന് പറഞ്ഞു വേണ്ട. അപ്പൊ അവിടെ തന്നെ നവോത്ഥാനം അതിലുള്ള അംഗീകൃത സ്ഥാപനങ്ങൾക്ക്, മതസ്ഥാപനങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള വിമർശനവും ആദ്യം ഉണ്ടായത് ഇറ്റലിയിലാണ്. ഇപ്പൊ ബൊക്കാച്ചിയുടെ കഥകൾ എടുത്ത് നോക്കുക. നമ്മളിപ്പോ ഈ ഫ്രാങ്കോ എന്നൊക്കെ ഇപ്പോഴാണ് വാർത്തകളിൽ
കേൾക്കുന്നത്. പക്ഷെ ബൊക്കാച്ചിയുടെ കാലത്ത് അങ്ങനെ എത്രയോ ഫ്രാങ്കോമാരുണ്ടായി. അവരെ പറ്റിയുള്ള കഥകള് ആണ് ബൊക്കാച്ചിയുടെ 2 വോളിയം കഥകൾ എന്ന് പറയുന്നത്. ഒരുപാട് വിമർശനത്തിന് വിധേയരായിട്ടുള്ളത് കന്യാസ്ത്രീകളും അച്ഛന്മാരുമാണ്, അഗതികൾ. അപ്പൊ അംഗീകൃത ഒരു കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് തന്നെ ഇത്ര ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു പാരമ്പര്യം ചോസർ അത് ചെയ്തിട്ടില്ലെന്ന് ഓർക്കുക. ചോസറുടെ കാന്റർബറി ടെയിൽസില് പിന്നെ കന്യാസ്ത്രീയെ പറ്റിയുള്ള പരാമർശം ഉണ്ടെങ്കിലും അത് നമ്മൾ വിചാരിച്ച പോലെ അത്ര ഐറണി അതിനകത്ത് ഇല്ല എന്ന് ലവ് കോൺക്വേഴ്സ് ഓൾ എന്ന ലോക്കറ്റ് കഴുത്തിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ വിചാരിക്കുന്ന അർത്ഥം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നും ചോസർ അതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇറ്റലി അല്ല ഇംഗ്ലണ്ട്. മാത്രമല്ല നമുക്ക് അറിയാം, മാർലോയെ പോലെയുള്ള ഒരു വലിയ എഴുത്തുകാരൻ, ഷേക്സ്പിയറിന്റെ സമകാലികനായ മാർലോ എങ്ങനെയാ മരിക്കുന്നത്? മാർലോ ഒരു ദിവസം ഒരു കള്ളുഷാപ്പ് എന്ന് പറഞ്ഞാൽ ടവൺ, അവിടെ ഇരുന്നിട്ട് മദ്യപിക്കുമ്പോ ആരോടോ പറഞ്ഞു, അതായത് ഈ ബൈബിളില് മോശ ചെയ്തതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്കറിയാവുന്ന ഒരു വലിയ മാജിക്കാരൻ, അയാൾ ഇതിലും നന്നായിട്ട് ചെയ്യും, ഐ നോ വൺ ഹെരിയോൺ ഹു ക്യാൻ ഡു ബെറ്റർ എന്ന് പറഞ്ഞു. ഇത് അവിടെ ഉണ്ടായിരുന്ന 2 ചാരന്മാര് കേൾക്കുകയാണ്, എലിസബത്ത് റാണിയുടെ. അവര് പോയി റിപ്പോർട്ട് ചെയ്യും. പിന്നീട് തെരുവിൽ വെച്ച് നടന്നിട്ട് അവര് നടത്തിയ ഒരു എൻകൗണ്ടറിലാണ്, ഒരു വ്യാജ എൻകൗണ്ടറിലാണ് മാർലോ മരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇംഗ്ലണ്ടിന്റെ അവസ്ഥ. അപ്പൊ മതകീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇറ്റലിയേക്കാൾ എത്രയോ പിന്നിലാണ്. ഇപ്പൊ ഡാവിഞ്ചിയൊക്കെ എഴുതിയ പോലുള്ള ചിത്രങ്ങള് ഇംഗ്ലണ്ടിൽ സാധ്യമായിരുന്നില്ല, ഓർക്കണത്. അത് കഴിഞ്ഞ് 1648 ആദ്യത്തെ പ്യൂരിറ്റൻ റിപ്പബ്ലിക് ഉണ്ടായതും ഒരു ജനീവയിലൊക്കെ ഉണ്ടായി. പക്ഷെ ആദ്യത്തെ വലിയ പ്യൂരിറ്റൻ റിപ്പബ്ലിക് ഉണ്ടായതും ഇംഗ്ലണ്ടിലാണ് എന്ന് ഓർക്കണം. ഇതൊക്കെ തന്നെയാണ് കാര്യം. അപ്പൊ ഈ ചിന്ത്യോയുടെ കഥയില് ഇങ്ങനെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒഥല്ലോ മരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്ത്യോ ഭാഗം വിവരിച്ചിട്ടുള്ളത് ആൻഡ് ഫൈനലി ഫെയ്റ്റ് കോട്ട് അപ്പ് വിത്ത് ഹിം, അല്ല ദൈവം പ്രോവിഡൻസ് കോട്ട് അപ്പ് വിത്ത് ഹിം. അപ്പൊ നമ്മളെയൊക്കെ ഭരിക്കുന്നു എന്ന് പറയുന്ന ആ ശക്തിക്ക് എന്തിനാണ് 10 വർഷം ഒഥല്ലോയെ പിടിക്കാൻ എന്നുള്ള ചോദ്യം ആ കഥ വായിച്ചാൽ നമ്മൾ ചോദിക്കുന്നത്. ഷേക്സ്പിയറിന് ആ സംശയമൊന്നുമില്ല. ഷേക്സ്പിയർ അപ്പം കൂലി കൊടുക്കുന്നു, വരമ്പെന്ന് കൂലി. അതായത് കുറ്റവാളികൾ ഒരൊറ്റൊന്നും 5 മിനിറ്റിലധികം രക്ഷപ്പെടുന്ന ഒരു ചരിത്രം ഷേക്സ്പിയറിന്റെ നാടകങ്ങളിലെല്ലാം. 5 മിനിറ്റ് ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ, പക്ഷെ എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ഡിവൈൻ റിട്രിബ്യൂഷൻ പോലെ ഒന്ന് ഷേക്സ്പിയറിന്റെ നാടകങ്ങളുണ്ട്. ചിന്ത്യോയ്ക്ക് അത് അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല ഇറ്റലിയിൽ. കാരണം ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചിത്രം രചനയും പിന്നെ ന്യൂഡ് മോഡൽസ് നമ്മളിപ്പോ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ളതാണത്. ഇറ്റലി ചിത്രകാരന്മാര് നഗ്നകളായ മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് പല ചിത്രങ്ങളും വരച്ചത്. വീനസിന്റെ ചിത്രങ്ങളൊക്കെ വരച്ചത് അത്തരം മോഡലുകളെ ഉപയോഗിച്ചാണ് എന്ന് പറയുന്നത്. അപ്പോ ഇത് വളരെ സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് അറിയാം. അപ്പോ അത് ചിന്ത്യയുടെ കൃതികളെ പിന്നെ ചിന്ത്യയുടെ ചെറുകഥയെ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ വേർതിരിച്ചു നിർത്തുക. 2 കാലം 2 സ്ഥലം അതാണ്. ഇത് ഒന്നാമത്തെ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞു, നമ്മുടെ ഉള്ള സമയത്തിന് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ അനുവർത്തനം നമ്മൾ അനുവർത്തനത്തിലേക്ക് നമ്മൾ വരുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ഒരു അനുവർത്തനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് സാംബശിവന്റെ കഥാപ്രസംഗമാണ്. കഥാപ്രസംഗത്തെ പറ്റി ഞങ്ങളോട് അധികം പറയേണ്ട കാര്യമില്ല, നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. ആ കഥാപ്രസംഗത്തിന്റെ ആ ഫ്രെയിമിലേക്ക് ഷേക്സ്പിയറിന്റെ നാടകത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നാടകത്തിന്റെ ഒരു സെക്കൻഡ് അപ്പൊ കഥാപ്രസംഗത്തില് നമ്മൾ കാണുന്നത് ഒഥല്ലോയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള പുനർരചനയാണ് സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ കാണുന്നത്. അപ്പൊ ഈ പുനർരചന പല സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിയന്ത്രിതമോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുടെ സ്വാധീനം കാണിക്കുന്നതോ ആണ്. അപ്പൊ ഇതില് നമുക്ക് നോക്കാവുന്ന പല കാര്യം. ഒന്ന്, ഒഥല്ലോയെ ഷേക്സ്പിയറിനെ പോലെ
അത്രയ്ക്ക് ആദർശവൽക്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. ഇയാഗോയും അതുപോലെ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞ ചിന്തയുടെ വില്ലന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അത്യാവശ്യം ഒരു സദാചാരവാദമൊക്കെ അതിനകത്തുണ്ട്. കാരണം ഷേക്സ്പിയറിന്റെ ഓഥല്ലോ ഇയാഗോ പച്ചയ്ക്കാണ് പറയുന്നത് ഡെസ്റ്റിമോണയെ പറ്റിയും പിന്നെ മറ്റേ കാഷ്യോ പറ്റിയാണല്ലോ ആരോപണം വന്നിട്ടുള്ളത്. അപ്പൊ അത് പറയുന്നത് പച്ചയ്ക്കാണ്, വളരെ പച്ചയ്ക്ക്. 2 rams സ്റ്റഫിങ് എന്നൊക്കെ, 2 മുട്ടനാടുകളെ പോലെയാണ് രണ്ടും എന്നൊക്കെ പറയുന്നത്. സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ അങ്ങനെയുള്ള ഒരു സൂചന പോലുമില്ല. കാരണം സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കാൻ വരുന്നത് അത്യാവശ്യം നല്ല സദാചാരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത്ര പച്ചയായിട്ട് പറയുന്ന ഒരു രീതി അന്നില്ല. അത് മറ്റൊരു തരത്തിലുള്ള ഒരു സദാചാരം നിലനിന്നിരുന്നു എന്ന് വേണം പറയാം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാലത്ത്. അപ്പൊ നമ്മള് പിന്നെ തോപ്പിൽ ഭാസിയ പടത്തില് അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ളതിൽ കാണാം ഷീലയുടെ റോളുണ്ട്. ഭർത്താവ് തീരെ ശ്രദ്ധിക്ക് താല്പര്യമില്ല, ഭർത്താവിനോട് തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അവര് സൂപ്പർവൈസറുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ അതിനെ പാർട്ടി ഒരു തരത്തിൽ അംഗീകരിക്കുന്നുണ്ട്, അതിനെ തള്ളിക്കളയല്ല ചെയ്യുന്നത്, പാർട്ടി അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനിസ്റ്റ് കാലത്ത് എന്ന പോലെ തന്നെ കേരളത്തില് ആദ്യകാലത്തെ ചരിത്രം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു തുടർച്ചയുണ്ട്. അപ്പൊ സാംബശിവൻ അത് തന്നെയാണ് പിന്നുന്നത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നതിൽ പിന്നെ ഒഥല്ലോയുടെ ക്യാരക്ടർ തന്നെ, ഒഥല്ലോ എങ്ങനത്തെ ആളായിരുന്നു എന്ന് പറയുന്നിടത്തും കാണാം സാംബശിവന്റെ ഈ പ്രത്യേക തരത്തിലുള്ള പുനർനിർമ്മാണം, ഒഥല്ലോയുടെ കഥാപാത്രത്തെ പുനർനിർമ്മിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒഥല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജകുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. എന്നാൽ സാംബശിവൻ ചിന്തയെ പോലെ ആ കാര്യം പറയാതെ വിടുകയല്ല ചെയ്തത്. പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അടിമയായിരുന്നു വെനീസിലെത്തുമ്പോൾ, പല ഉടമകളുടെ കൈമാറി അവസാനം ഒരു കപ്പിത്താൻ വരെ ആയതാണ്, പ്രയത്നം കൊണ്ടുവരുന്നത്. ഒരു പോസ്റ്റ് കൊളോണിയൽ സബ്ജക്റ്റ് ആണ് വാസ്തവത്തില് സാംബശിവന്റെ ഒഥല്ലോ. ഡെസ്റ്റിമോണയുടെ പിന്നെ ആ കഥാപാത്രം തന്നെ. അതില് ചിന്തയുടെ കഥയില് ഞാൻ വിട്ടതാണ്, ഞാനിപ്പോ ഓർത്തു. ചിന്തയുടെ കഥയില് ഡെസ്റ്റിമോണയ്ക്ക് അത്യാവശ്യം അഹങ്കാരമുണ്ട്. കാരണം അത് പറയുന്നുണ്ട്, ഒഥല്ലോയെ പറ്റി പറയും, നിങ്ങൾ കാപ്പികളുടെ ഒക്കെ സ്വഭാവം ഇതാണ് എന്നെവിടെയോ പറയുന്നുണ്ട് ചിന്തയും. ഷേക്സ്പിയർ ആ കഥാപാത്രത്തിനെ ഒന്നുകൂടി മയപ്പെടുത്തിയെടുത്താണ് നായികയായിട്ടെടുത്തത്. അത് സാംബശിവൻ തുടരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു നായികയായിട്ട് തന്നെയാണ് എടുത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാംബശിവന്റെ ഒഥല്ലോയും സാംബശിവന്റെ ഡെസ്റ്റിമോണയും ചില കാര്യങ്ങളിൽ ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യസ്തമായിരിക്കുമ്പോഴും ചിലതില് ഒത്തുവരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ഭാഗികമായ മാറ്റം മാത്രമാണ് സാംബശിവൻ. പക്ഷെ സാംബശിവന്റെ അഡാപ്റ്റേഷനിലുള്ള അത് അല്ലെങ്കിൽ ഈ അനുവർത്തനത്തിലുള്ള ചില പ്രത്യേക വിരുതുകൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ കീപ് അപ്പ് യുവർ സോൾസ് ഓർ ദ ഡ്യൂ ഷാൽ റസ്റ്റ് ദെം എന്നൊരു പ്രയോഗമുണ്ട്. അത് പിന്നെ ഒഥല്ലോ പറയുന്നതാണ്. അതായത് ഒഥല്ലോയെ ആക്രമിക്കാൻ വരുന്ന പ്രഭുവിന്റെ പടയാളികളോട് ഒഥല്ലോ പറയുന്നതാണ്. അത് വളരെ കാവ്യാത്മകമായിട്ടാണ് സാംബശിവൻ ആവിഷ്കരിക്കുന്നത്. അത് അതിന്റെ 2 വരി കവിതയായിട്ടാണ്. ഭദ്രമുറയിലുറങ്ങട്ടെ മിന്നുമ ഖഡ്ഗങ്ങൾ മഞ്ഞിൽ തുരുമ്പെടുക്കും എന്നാണ് പറയുന്നത്. അവിടെ ആദ്യത്തെ ഷേക്സ്പിയറിന്റെ ഗദ്യത്തിലാണ് പറയുന്നത്. ഇവിടെ സാംബശിവൻ ആ പാട്ടിന് കഥാപ്രസംഗത്തിന്റെ അവതരണത്തിന് കൂടി യോജിച്ച രീതിയിൽ, എന്നാൽ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ മഞ്ഞിൽ തുരുമ്പെടുക്കും, അതേ വാക്കുകൾ തന്നെയാണ്, അത് ഭദ്രമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പാട്ടിന്റെ രൂപത്തില് സംഭാഷണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷേക്സ്പിയറിന്റെ പല അതിനെ സംഗീതത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു കരവിരുത് സാംബശിവൻ കാണിച്ചിട്ടുണ്ട്. ഇനി അനുവർത്തനമുണ്ട്. ഞാൻ ചുരുക്കി പറയാം, എന്റെ ലേഖനത്തിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജയരാജന്റെ കളിയാട്ടമാണ്. അതിൽ ഒരു തെയ്യം കെട്ടുന്ന
ഒരു കലാകാരനാണ് കഥാപാത്രം. അപ്പൊ അവിടെയും ഒഥല്ലോയിലെ പോലെ ഇങ്ങനെ സംശയമുണ്ട്, ഭാര്യയെ സംശയിക്കുക, പിന്നെ അവസാനം കൊല്ലുക, ഇതൊക്കെ തന്നെ ഇതിവൃത്തത്തില് അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ അതിന്റെ ചില പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ സിനിമയില് അത് നടന്ന കാലം വളരെ സമർത്ഥമായിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക ജീവിതത്തിന്റെ ഒന്നും തന്നെയില്ല. നല്ല റോഡുകളോ അല്ലെങ്കിൽ വൈദ്യുത വിളക്കുകളോ ബസ്സോ കാറോ ഒന്നും തന്നെയില്ല. കുറെ ഓല മേഞ്ഞ വീടുകൾ, പഴയ തരത്തിലുള്ള നാടുവാഴിയുടെ വീട്, അമ്പലം, ഇതൊക്കെയാണ് കാണുന്നത്. അത് വളരെ ബുദ്ധിപൂർവം ചെയ്ത ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഈ കാലത്തിനെ ഒതുക്കിയതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ഒന്ന്, അതില് ഈ യാഗോ പിന്നെ എന്നായിരുന്നു കാഷ്യോയുടെ റോള് ഇവിടെ എടുത്തിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ കയ്യില് ഒരു റിസ്റ്റ് വാച്ച് ഉണ്ട്. അപ്പൊ അയാളെയാണ് ഇയാഗോ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്. അതായത് ഡെസ്റ്റിമോണിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രലോഭിപ്പിച്ച് പൈസ തട്ടുന്ന ഒരാളാണ് അതിനകത്ത്. ഇയാഗോയുടെ കണ്ണൻ എന്ന മറ്റല്ല പേര്. അതായത് പിന്നെ നായകന്റെ ഒരു സൈഡ് കിക്ക് എന്ന് പറയാവുന്ന ഒരു അസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരാള്, കോമാളി തെയ്യം കെട്ടുന്ന ആള്. ശരിയായ തെയ്യം കെട്ടുന്നത് നായകനാണ്, കോമാളി തെയ്യം കെട്ടുന്നത് ഇയാളാണ്. അപ്പൊ ഈ പിന്നെ ഈ കഥാപാത്രത്തിന്റെ കഷിയുടെ റോള് ഇവിടെ മലയാളത്തിലെടുത്ത കഥാപാത്രത്തിന്റെ കയ്യില് ഒരു വാച്ച് ഉണ്ട്. അപ്പൊ റിസ്റ്റ് വാച്ച് എന്നാണ് ബ്രിട്ടനിൽ പോലും 1920-കൾക്ക് ശേഷമാണ് റിസ്റ്റ് വാച്ചുകൾ ഉണ്ടായി വരുന്നത്. അത് 20-ന് ശേഷമാണ്. എന്നാൽ അതിലെ വാഴുന്നൂർ എന്നൊരു കഥാപാത്രം, വാഴുന്നൂരിന്റെ അടുത്താണ് പിന്നെ ഡെസ്റ്റിമോണയുടെ താമരയുടെ അച്ഛൻ പോകുന്നത്, ഒരു ജന്മിയാണ്. അദ്ദേഹം പരാതി പറയാൻ പോകുന്നു, ഇവൻ എന്റെ മോളെ പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പരാതി പറയാൻ പോകുന്നു. അപ്പൊ വാഴുന്നൂര് 1947-ന് ശേഷം ഇല്ല. എന്തായാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാമമാത്രമായ അധികാരം ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ കാലം ഇവിടെ അടയാളപ്പെടുത്തുന്നു. 1930 ആവാത്ത റിസ്റ്റ് വാച്ചുകൾ കേരളത്തില് അത്ര സാർവത്രികമാകുന്നില്ല. അപ്പൊ 30-നും 47-നും എന്ന് അബോധപൂർവം ഈ കാലത്തിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് വേറെയും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതില് താമരയുടെ നെറ്റിയിലെ സിന്ദൂരവും പ്രശ്നമാണ്, അല്ലെ? പിന്നെ സീമന്തരേഖയിലെ സിന്ദൂരം. അപ്പൊ കേരളത്തിലെ സ്ത്രീകള്, ഏത് സമുദായത്തിലെയും സ്ത്രീകള് അത് സാർവത്രികമായിട്ട് ധരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അപ്പൊ പുതിയ കാലത്തിൻ്റെത് എടുത്ത് പഴയ കാലത്തിൽ ഇടുക എന്നുള്ള ഒരു പണിയും കൂടി അതിൻ്റെ അകത്ത് ജയരാജ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു പല കാര്യങ്ങളും അതിന്റെ ഒരു നമ്മള് പൊതുവെ ഇപ്പം പറയുന്ന ഹിന്ദുത്വം എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിനെ ഇങ്ങനെ സ്ക്രീനിലേക്ക് പോകണം. ജയരാജിന്റെ മറ്റ് സിനിമകളെ പറ്റി നമുക്കറിയാം, കരുണം പോലത്തെ സിനിമകളെ പറ്റി നമുക്കറിയാം, വേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഇത്തരത്തിലുള്ള ഈ അനുവർത്തനം ചെയ്യുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് പ്രകടമായി വരുന്നത് ഇങ്ങനെയുള്ള ചില ചിഹ്നങ്ങളിലൂടെയാണ്. പിന്നെ ഈ മലയൻ എന്നാണ് ജാതിയില് ഈ നായകൻ എങ്കിലും ജാതി ഒരിടത്തും പറയുന്നില്ല. പരാതിയായിട്ട് പറയുന്ന ഒരു തറവാണിത്വം ഇല്ലാത്ത ഒരുത്തനാണ് എന്റെ മോളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. തറവാണിത്തം എന്നുള്ള വാക്ക് ഒരു ഭംഗി വാക്കാണ്, യൂഫമിസം എന്ന് പറയുന്നത്. അപ്പൊ ജാതിയിൽ താണജാതിക്കാരൻ എന്ന് പറയുന്നതിന് വേണം ആ ഒരു പ്രയോഗം എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ സ്വരൂപമാവുമായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാലത്തുള്ള ഒരു ജന്മി മകളെ പറ്റി മകളുടെ കാമുവിനെ പറ്റി പറയാവുന്ന ഒരു വാക്ക് ഇതല്ല തന്നെ. അപ്പൊ അങ്ങനെ ഈ കളിയാട്ടത്തില് ഇത്തരത്തിലുള്ള നേരത്തെ ജൂലി സാന്റേഴ്സ് സൂചിപ്പിച്ച തരത്തിലുള്ള അപ്രോപ്രിയേഷൻ ആണ് വരുന്നത്. അതിന് ഇവിടെ കണ്ടോ, ജൂലി സാന്റേഴ്സ് പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ഈ പിന്നെ അനുവർത്തനത്തിന് അപ്രോപ്രിയേഷന്റെ അല്ലെങ്കിൽ പിടിച്ചു പറ്റലിന്റെ സ്വഭാവം വരുന്നുണ്ട്. അങ്ങനെ ആ പിടിച്ചുപറ്റലിന്റെ സ്വഭാവം വരുന്നത് അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ പിടിച്ചു പറ്റുന്നതുകൊണ്ടാണ്. ഇപ്പൊ കരുണത്തിൽ ജയരാജൻ അത്തരത്തിലാണ്. ഇപ്പൊ വൃദ്ധ സദനങ്ങളെ പറ്റിയുള്ള ആ സിനിമയിൽ ജയരാജ് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, അതൊരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം സ്ഥാപനങ്ങളായി മാറ്റുകയും അത് ആ സമുദായ അംഗങ്ങളുടെ വൃദ്ധരോടുള്ള തികഞ്ഞ
ക്രൂരതയായിട്ടും ഒക്കെ ആ സിനിമയിൽ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള ഒരു അപ്രോപ്രിയേഷനാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ആ അപ്രോപ്രിയേഷൻ നടക്കുന്നതിനിടക്കും ഷേക്സ്പിയറിന്റെ വാചകങ്ങൾ അതേപടി ഇതിൽ അനുകരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നീ ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. ഒഥല്ലോ അത് ചോദിക്കും, ഡിഡ് യു പ്രേ ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിമോണ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല എന്നും ഒരർത്ഥവും, മറ്റേ പ്രാർത്ഥിച്ചോ, നന്നായി പ്രാർത്ഥിച്ചോ, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള രണ്ടാമത്തെ അർത്ഥം. ഇത് അതിനകത്തുണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് ഇപ്പൊ ക്രിസ്ത്യൻ പ്രാർത്ഥന പോലെ അത്ര കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിലുള്ള പ്രാർത്ഥന. തൊഴലാണ്, പ്രാർത്ഥനയല്ല. അതിനങ്ങനെ കൃത്യമായ സമയവുമില്ല. വൈകുന്നേരം പ്രാർത്ഥിക്കണം, പൂജയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ രാവിലെ വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, നാമം ജപിക്കലുണ്ട് സന്ധ്യക്ക്. പക്ഷെ അതല്ല ഇദ്ദേഹം ഉദ്ദേശിച്ച പ്രാർത്ഥന എന്നുള്ള വാക്ക് തന്നെ പ്രശ്നമാണ്. അപ്പൊ ഇത് ജയരാജന്റെ ഈ സിനിമ കൃത്യമായിട്ട് ജൂലി സാൻഡേഴ്സ് പറഞ്ഞ പോലെയുള്ള ഒരു അപ്രോപ്രിയേഷനാണ്. വേണമെങ്കിൽ നമുക്ക് ഷേക്സ്പിയറിന്റെ നാടകത്തെയും അത്തരം ഒരു അപ്രോപ്രിയേഷനായിട്ട് കാണാം. ശരി, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സമയം കുറച്ച് വൈകി, ഇടയ്ക്കുള്ള ഒരു തടസ്സം കാരണം സമയം കുറച്ച് വൈകി, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. അത് പിന്നെ ഈ ഒഥല്ലോയ്ക്ക് മറ്റൊരു ആദ്യ കൃതിയും കൂടി ഉണ്ടായിരിക്കാനുള്ള സാധ്യത, ഒഥല്ലോയ്ക്കല്ല, ചിന്ത്യയുടെ കാട്ടറബി കപ്പിത്താന് ആയിരിക്കും ഈ ആദ്യ കൃതിയായിട്ട് ഇത് വരുന്നത്. അത് അറബിക് കഥകളുടെ ഒരു കഥയാണ്. ഇപ്പൊ ടൈലറുടെ വിവർത്തനത്തില് ദ ടെയിൽ ഓഫ് 3 ആപ്പിൾസ് എന്നാണ് ആ കഥയെ വിവരിക്കുന്നത്. ആ കഥയില് ഒഥല്ലോയിൽ നടന്ന പോലത്തെ സംഭവങ്ങൾ നടക്കുന്നു. ചെറിയ വ്യത്യാസമുണ്ട്. അതില് കടപ്പുറത്തുനിന്ന് ഖലീഫ ഒരു പെട്ടി, വലിയ പെട്ടി കണ്ടെടുക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ആ പെട്ടിയിൽ തലയില്ലാത്ത ഒരു സ്ത്രീയുടെ കഷ്ണങ്ങളായി നുറുക്കിയ ശവശരീരം, അവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങുന്നത് ആ കഥയില്. അപ്പൊ ആ കഥയിലും ഒഥല്ലോയെ പോലുള്ള ഒരു കാപ്പിരിയുണ്ട്. പക്ഷെ അതില് വില്ലനാണ് കാപ്പിരി, നായകനല്ല. നായകൻ ഒരു സാധാരണ വെളുത്ത അറബിയാണ്. അതൊക്കെ മറ്റൊരു തരത്തിലുള്ള വംശീയത അതിനകത്ത് വരുന്നുണ്ട്. ഒഥല്ലോയുടെ, ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിലും ചിന്ത്യയുടെ ഒഥല്ലോയിലും ഒക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു തരം വംശീയതയാണ് അവിടെ വരുന്നത്. അവിടെ നീതി നടപ്പാക്കപ്പെടുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, ഖലീഫയാണ് അന്വേഷിക്കുന്നത്, അവസാനം തല പിന്നീട് കണ്ടെടുക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ, അങ്ങനെ ചുരുളഴിയുന്നുണ്ട്. അപ്പൊ ആ കഥയുമായി ചിന്ത്യയ്ക്കുള്ള കഥയുടെ ബന്ധം നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊന്നും ഓർക്കേണ്ടത് അറബി നാടുകളുമായിട്ട് ഏറ്റവും അധികം ബന്ധം ഉണ്ടായിരുന്നത് ഇറ്റലിക്കാണ്. ഇപ്പൊ നമ്മൾ സോണറ്റ് എന്ന് പറയുന്ന ആ കാവ്യരൂപം തന്നെ അത് സിസിലി എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഉണ്ടായിരുന്നത്. അറബികളുടെ വലിയൊരു ജനസംഖ്യയുള്ള ദ്വീപാണ്. അറബിയിൽ നിന്ന് വന്നതാണ് ഈ സോണറ്റ് എന്ന കലാരൂപം, എന്ന കാവ്യരൂപം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സോണറ്റ് അവിടെ സിസിലി ദ്വീപില് ഉണ്ടായിരുന്നതാണ്. അതിന് ചില രചനാ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇറ്റലിക്കാരാണ് ഏറ്റെടുത്തത്. ഇറ്റലിയിലാണ് ആദ്യം സോണറ്റ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. പെത്രാർക്കിന്റെ സോണറ്റുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അപ്പൊ ഈ സാംസ്കാരിക വിനിമയം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇറ്റലിക്കാരും അറബികളും തമ്മിലാണ്. സ്പെയിനിലെ അറബി സാമ്രാജ്യം 1396 അവസാനിക്കുന്നുണ്ട്. അതിന് യൂറോപ്പിലേക്ക് അത്ര പ്രചാരം കിട്ടിയിട്ടുമില്ല. സിസിലി, സൈപ്രസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ തുർക്കികളുടെയും, ആദ്യം അറബികളുടെയും പിന്നീട് തുർക്കികളുടെയും കോളനികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാംസ്കാരിക വിനിമയം നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറബി കഥകളുടെ പ്രായം കൃത്യമായിട്ട് നമ്മൾ നിർണയിച്ചിട്ടില്ല. 1000 ഇല്ല, ഇസ്ലാമിന് മുമ്പുള്ളതാണ് എന്നാണ് പറയുന്നത് അറബിക്കഥകൾ. അറബിക്കഥകളുടെ ചില കഥകൾ എടുത്താൽ അത് നടന്നതായി കാണിക്കുന്നത് ഏതാണ്ട് AD 1000, ബഗ്ദാദിലൊക്കെയാണ്, ഇന്നത്തെ ഇറാഖിലുള്ള ബഗ്ദാദിലൊക്കെയാണ് സുൽത്താനും ഒക്കെ വരുന്നത്. പക്ഷെ അതിലെ പല കഥകളുടെയും കാലം, പ്രായം അതിന് മുമ്പാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ള കഥകളുടെ ഒരു സമാഹാരമാണ് അറബി കഥകൾ. അപ്പൊ അവിടുന്ന് എടുത്തിട്ടുള്ള, അപ്പൊ ഇനി മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ 3 ആപ്പിൾസ് എന്ന് ടൈലർ വിവർത്തനം ചെയ്ത ഈ കഥ തന്നെ ആയിരിക്കില്ല ഒരുപക്ഷെ ആദ്യ കൃതി, ആന്റിസിഡന്റ് ടെക്സ്റ്റ്. അതിന് മുമ്പുണ്ടായിരിക്കണം. അതിനു മുമ്പ് തന്നെ അറബി നാടുകളിൽ പ്രചാരം ഉണ്ടായിരുന്ന മിത്തുകളോ നാടോടി കഥകളോ ഒക്കെ ഇതേപോലത്തെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ മുക്രോസ്കി എന്ന് പറഞ്ഞ വിമർശകൻ
ഫോക്ലോറൊക്കെ പഠിച്ചിട്ടുള്ള അദ്ദേഹം പറയുന്നത് ആകെ ലോകത്തിൽ 10-20 തീമുകളേ ഉള്ളൂ. അതിൽ നിന്ന് പിന്നെ ഇഴ പിരിച്ചെടുത്തുണ്ടാക്കിയതാണ് ബാക്കി കഥകളൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ കഥകളുടെ പ്രായം നിർണ്ണയിക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യ സംസ്കാരത്തില് ഏത് കാലം മുതലായിരിക്കുന്നത്. ഇപ്പോ ഈ പിന്നെ ഭാര്യയെ സംശയിക്കുക എന്നുള്ളത് എന്തായാലും അതിന് ഒരു 10,000 വർഷത്തേക്കാൾ അധികം പഴക്കമുണ്ടാവില്ല. അങ്ങനെ ഒരു സെറ്റിൽഡ് ലൈഫ് അത്ര പോലും ഉണ്ടാകുമെന്ന് സംശയമാണ്. വിവാഹം ഒരു സ്ഥാപനമായിട്ട് വരുന്ന കാലത്തിന് ഇപ്പുറത്തേക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ചെകഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടാൻ ഒരു ആദ്യകൃതിയില്ല. ഒരുപക്ഷെ ഇന്നും അത്ര അറിയപ്പെടാത്ത ഏതെങ്കിലും ആദിവാസി ഗോത്രത്തിനിടയിൽ ഈ കഥ നിലവിലുണ്ടാവാം. എവിടെയെങ്കിലും ഓസ്ട്രേലിയയിൽ പോലും ഒരുപക്ഷെ സാധ്യത ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഈ കഥയുടെ കാലം, കഥയുടെ നമ്മുടെ ആദ്യ കൃതിയുടെ പ്രായം നിർണ്ണയിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്ര സാഹചര്യങ്ങൾ കൂടി എടുത്തിട്ടാണ്. ഇനി ഒരു തമാശയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോ നമ്മള് ചിന്തയെ പറ്റിയും ഷേക്സ്പിയറിനെ പറ്റിയൊക്കെ പറയുന്നു, അറബി കഥയെ പറ്റിയും പറഞ്ഞു. ഒരു ചെറിയ ചരിത്രപരമായ യാദൃച്ഛികത ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് സ്പെയിനിലെ അറബി സാമ്രാജ്യം തകർന്നില്ല എന്ന് വിചാരിക്കാം. അതുപോലെ മധ്യ യൂറോപ്പിലെ ദക്ഷിണ യൂറോപ്പിലെ തുർക്കികളുടെ അധിനിവേശം അത് അവസാനിക്കുന്നത് ഇന്നത്തെ യൂഗോസ്ലാവിയയുടെ അൽബേനിയ, പിന്നെ എന്തായിരുന്നു യൂഗോസ്ലാവിയയുടെ റിപ്പബ്ലിക് ഉണ്ടായിരുന്നു, പേര് ക്രൊയേഷ്യ അല്ല, മുസ്ലിം ഭൂരിപക്ഷം റിപ്പബ്ലിക് ഉണ്ട്, എന്തെങ്കിലും അവിടെയാണ് തുർക്കികളുടെ അധിനിവേശം അവസാനിക്കുന്നത്. അവിടം വരെയാണ് തുർക്കി സൈന്യത്തിന്. പിന്നെ അവിടുന്ന് തുർക്കി സൈന്യത്തിനെ തിരിച്ചോടിക്കുന്ന സംയുക്തമായി, പ്രത്യേകിച്ച് ഹോളി റോമൻ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിക്കൂട്ടിയ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തട്ടിക്കൂട്ടിയ ആ ഒരു സാമ്രാജ്യവും അതിന്റെ സഖ്യശക്തികളും കൂടി തുർക്കികളെ അവിടുന്ന് തടയുന്നതാണ്. ബാൽക്കൻ മലനിരകളിൽ തടയുന്നത്. അങ്ങനെ തടഞ്ഞില്ലായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോഴോ അങ്ങനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ യൂറോപ്പ് തന്നെ മൊത്തം അറബികളുടെയും അല്ലെ തുർക്കികളുടെയും അധിനിവേശത്തിലാവുകയും. പക്ഷെ അതുകൊണ്ട് ഷേക്സ്പിയറിനെ പോലുള്ള ഒരു കലാകാരൻ ഉണ്ടാവുകയില്ല എന്നർത്ഥമല്ല. കാരണം ഇറ്റലിയിലെയും ആ ഒരു സാംസ്കാരിക പരിസരം മൊത്തം തന്നെ തുർക്കികള് സ്വീകരിക്കുകയായിരുന്നു ചെയ്യും. അങ്ങനെയുള്ള ചരിത്രമാണ് കാണുന്നത്. അത് കീഴടക്കിയ രാജ്യങ്ങളുടെ സംസ്കാരത്തിൽ തന്നെ പ്രഭാവിതരാകുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഷേക്സ്പിയറിന്റെ പേര് വേറെ വല്ലതും ആയിരിക്കും എന്ന് മാത്രം, ചിന്തിയോയുടെ. പക്ഷെ ഈ കഥ നമ്മൾ കേൾക്കാനിടയുണ്ട്. പ്രത്യേകിച്ചും ചിന്തിയോയുടെ കഥ അറബി കഥകളിൽ നിന്ന് എടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള രസകരമായ ഒരു ചരിത്രം കൂടി ഇതിനകത്ത്. ഇങ്ങനെയാണ് സംസ്കാരങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്, സംസ്കാരങ്ങൾ തമ്മിൽ വിനിമയത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു രസകരമായ ചരിത്രമാണ് ഒഥല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്. അത് സമയക്കുറവ് കൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലേഖനം വേണമെങ്കിൽ അയച്ചുതരാം. അല്ലാതെയും ഈ വിഷയത്തിൽ ഒരുപാട് എഴുത്തുകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, അവയും നോക്കാവുന്നതാണ്. അപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ചോദ്യങ്ങള്, നിർദ്ദേശങ്ങള്, നിരീക്ഷണങ്ങളൊക്കെ ആവാം. താങ്ക് യു. മാഷ്ടെ പ്രസന്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ചയാണ്. ഒരു 10-20 മിനിറ്റ് വേണമെങ്കിൽ എനിക്ക് മാഷ് സൗകര്യം അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 20 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ. എനിക്ക് വിശക്കുന്നവരെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ മാഷെ, ആയിക്കോട്ടെ. എപ്പോ വിശക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കാം, കുഴപ്പമില്ല. ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ മെസ്സേജ് ബോക്സ് ചെയ്ത് രണ്ടും ആവും. ടൈപ്പ് ചെയ്യുമ്പോൾ സമയം എടുക്കും. ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. കേൾക്കാമോ? ഓ കേൾക്കാം. പക്ഷെ വിവർത്തനം സാഹിത്യത്തിൽ മാത്രം നടക്കുന്ന ഇപ്പോ ഭാഷകളിൽ നടക്കുന്ന വിവർത്തനങ്ങൾ മൂലം ചേർന്ന് നിൽക്കുന്നുണ്ട് സാഹിത്യത്തെ അപേക്ഷിച്ച്.
മറ്റൊന്ന്, ഈ വർത്തമാനകാല പ്രഭാഷണങ്ങളിലെ വിവർത്തനങ്ങൾ സാമൂഹ്യമായ സ്വീകാര്യതയ്ക്ക് പുറമെ ചേർന്ന് പരിണമിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നുകൂടെ പറയൂ. ഒറ്റ മിനിറ്റ്. പറയട്ടെ മാഷെ. പറഞ്ഞോളൂ. വിവർത്തനം സാഹിത്യം നടക്കുന്നു എന്ന് മാഷ അഭിപ്രായപ്പെട്ടല്ല. പ്രഭാഷണങ്ങളിൽ നടക്കുന്ന വിവർത്തനങ്ങൾ എത്രത്തോളം മൂലഭാഷയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് സാഹിത്യത്തെ അപേക്ഷിച്ച്? പ്രഭാഷണത്തിലാണോ പറഞ്ഞത്? പ്രഭാഷണങ്ങള് വിവർത്തനം ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതല്ലേ? അതെ. പ്രഭാഷണങ്ങൾ വിവർത്തനങ്ങൾ സ്പീച്ചസ് വിവർത്തനം ചെയ്യുന്ന വന്നിട്ടുണ്ട്, കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ സാധാരണ വിവർത്തനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലുണ്ട്, ഇല്ലാതിരിക്കില്ല. കാരണം അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ടെക്സ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് കേട്ടിട്ട് നമ്മൾ എഴുതിയെടുത്തിട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടോ ചെയ്യുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനിയിപ്പോ ടെക്സ്റ്റ് തന്നെ നമ്മള് പ്രസംഗത്തിന്റെ അച്ചടിച്ച കോപ്പി വിതരണം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്നതിൽ സാധാരണ വിവർത്തനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ഒരു പ്രത്യേക ഇപ്പൊ അടുത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റി, സ്വർണ്ണക്കടത്തിനെ പറ്റി പറയാം. അപ്പൊ അതില് ചെറിയൊരു വാചകം ഈ സംഭവവുമായി സർക്കാരിന് നേരിട്ട് ബന്ധമില്ല. ഈ നേരിട്ട് എന്നുള്ള വാക്കെടുക്കുക. അപ്പൊ ഒരു പ്രസംഗമാണെന്ന് വിചാരിക്കുക. അപ്പൊ പ്രസംഗത്തിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ദ ഗവൺമെന്റ് ഇസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇംഗ്ലീഷിൽ അങ്ങനെ പറയുമ്പോൾ അതിനൊരു പരിഹാസമാണ് ഉള്ളത്. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിച്ചൊക്കെ അറിയാം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറയുമ്പോ മലയാളത്തിൽ അത്രയും ഉദ്ദേശിച്ചിട്ടില്ല. മലയാളത്തില് ഗവൺമെന്റിന് ഇതുമായിട്ട് ബന്ധമില്ല എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ നേരിട്ട് എന്നേ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇംഗ്ലീഷിൽ വരുമ്പോൾ ആ വാക്യഘടന ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറിച്ചുള്ള ഒരു ഐറണിയൊക്കെ അതിൻ്റെ അകത്ത് വരും. എന്ന് പറഞ്ഞാൽ സർക്കാരിന് ബന്ധമില്ല, പക്ഷെ സർക്കാരിന്റെ മറ്റു ചിലർക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിന്റെ സൂചനയൊക്കെ വരും. അപ്പൊ എനിക്ക് തോന്നുന്നു വിവർത്തനത്തില് ഇപ്പം പ്രഭാഷണങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ ആയാൽ പോലും മറ്റു വിവർത്തനങ്ങളിൽ ഒരു ടെക്സ്റ്റ് സാഹിത്യം വിവർത്തനം ചെയ്യുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിപ്പോ ഞാനൊരു ചെറിയ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. മൗലികമായിട്ട് വ്യത്യാസം ഇല്ല എന്നാണ്. ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒഥല്ലോയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ചില പ്രയോഗങ്ങളില് ചില സന്ദർഭങ്ങൾ വിവർത്തനം ചെയ്യുന്നതിൽ അത്ര സങ്കീർണമായിരിക്കില്ല, പക്ഷെ എന്നാലും ആവാം. ഇതിനു മുമ്പ് ഒരു ഉദാഹരണം എനിക്ക് മറ്റൊരു ഉദാഹരണം പറയാനുള്ളത്, ബ്രിട്ടനിൽ ഒരിക്കലും ഒരു മന്ത്രി പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: വി ഹാവ് ജോബ്ഡ് ഇറ്റ് ബാക്ക്വേർഡ്സ്. ജോബ്ഡ്, JOBBED എന്നാണ് ആ വാക്ക്. അത് കേട്ട പത്രപ്രവർത്തകർക്കൊന്നും അത് പിടികിട്ടിയില്ല, എന്താണ് ഈ വാക്ക്. അപ്പൊ 3-4 തരത്തിൽ ചെയ്തു. വി നോ ദ ജോബ് ബാക്ക്വേർഡ്സ് എന്നായി, വി ഹാവ് ജോബ്ഡ് ഇറ്റ് JOGGED എന്നാക്കി. ഇങ്ങനെ പലതരത്തിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞ് മന്ത്രിയോട് നേരിട്ട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ടെക്സ്റ്റ് കാണിച്ചു കൊടുത്തത്, എഴുതിക്കൊണ്ടുവന്നത്. അതിലിങ്ങനെയാണ്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മള് ഇയാളുടെ വെനിസ്വേല പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ പേര് മരിച്ചുപോയ വെനിസ്വേലയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഷാവേസിന്റെ ഒരു പ്രസംഗം ഇങ്ങനെ വിവർത്തനം ചെയ്തതിൽ വലിയ പ്രശ്നമായി. അതായത് അദ്ദേഹത്തിന്റെ വിവർത്തനം ഇങ്ങനെയാണ് അച്ചടിച്ചു വന്നത്: യശശരീരനായ ചോംസ്കിയെ പോലുള്ളവർ ഏറെക്കാലം ഓർക്കപ്പെടും എന്നാണ്. ഭയങ്കര ഒച്ചപ്പാടായി. ചോംസ്കി ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇയാൾക്കൊരു വിവരവും ഇല്ല എന്നായി. അങ്ങനെ ഇത് ഒരാഴ്ചയോളം ഇങ്ങനെ പ്രചരിച്ചു. അത് കഴിഞ്ഞ് ഒരു റിപ്പോർട്ടർ പോയിട്ട് ആ സ്പീച്ചിന്റെ റെക്കോർഡിംഗ് ഒന്നുകൂടി കണ്ടു. അപ്പൊ ഷാവേസ് സ്പാനിഷിൽ പറഞ്ഞ ഇങ്ങനെയല്ല. ഷാവേസ് പറഞ്ഞത് ചോംസ്കിയെ പോലുള്ളവർ അവരുടെ മരണത്തിന് ശേഷവും ഏറെക്കാലം ഓർമ്മിക്കപ്പെടുന്നതാണ്. അപ്പൊ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ പോലും അബദ്ധങ്ങൾ വരുത്തുന്നു. ടെക്സ്റ്റ് കയ്യിലില്ലാതെ നമ്മളത് കേട്ടിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന അപകടങ്ങൾ വരാം. ചുരുക്കി പറഞ്ഞാല് പ്രഭാഷണങ്ങൾ വിവർത്തനം ചെയ്യുന്നത് സാഹിത്യം വിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് വ്യത്യസ്തമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
ചോദ്യങ്ങൾ? സാംബശിവന്റെ കഥാപ്രസംഗത്തെ പറ്റിയുള്ള ചോദ്യം. സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ പേര് ഒഥല്ലോ തന്നെയാണ്. അത് കിട്ടാനുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ 1 മണിക്കൂറിന്റെ മുഴുവൻ റെക്കോർഡിംഗ് ഉണ്ട്. സാംബശിവന്റെ മകൻ തന്നെ അയച്ചു തന്നാണ്. ഇപ്പൊ CD ആയിട്ട് കിട്ടാനുണ്ടോ എന്നറിയില്ല. ഒഥല്ലോ തന്നെയാണ് പേര്. സർ, ഇന്റർസെമിയോട്ടിക്സ് ട്രാൻസ്ലേഷനും അഡാപ്റ്റേഷനും സെയിം ആണോ? ആണ്, ഒരു സംശയമില്ല. ഓക്കെ. അല്ല, ശരി, പറയേണ്ടത് ഇന്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ അഡാപ്റ്റേഷന്റെ ഒരു രൂപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ എഴുത്തച്ഛൻ രാമായണത്തിന്റെ വിവർത്തനം നടത്തിയപ്പോൾ, പുനർരചന നടത്തിയപ്പോൾ അതും അനുവർത്തനാണ്, അഡാപ്റ്റേഷനാണ്. പക്ഷെ അത് ഒരേ മീഡിയത്തിന്റെ അകത്താണ് നടക്കുന്നത്. സാഹിത്യം എന്നുള്ള ഒരൊറ്റ മീഡിയത്തിന്റെ അകത്താണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ഇതാ ഇവിടെ ഒരു കമന്റ് വന്നിരിക്കുന്നു. സാംബശിവന്റെ ഒഥല്ലോ ഇപ്പോ യൂട്യൂബിൽ കിട്ടാനുണ്ട്. എന്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പോയി നോക്കിയില്ല. നല്ല കാര്യമാണ്. അത് പറ്റുകയാണെങ്കിൽ കേൾക്കുക. യൂട്യൂബിലുണ്ട്. അഭിഷേക് പ്രമോദിന്റെ കമന്റ് വന്നു. സാംബശിവന്റെ ഒഥല്ലോ യൂട്യൂബിൽ കിട്ടാനുണ്ട്. സമയമുണ്ട്, ചോദ്യങ്ങളാണ്. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി. വിവർത്തനങ്ങളെ തടയുന്നത് നമ്മുടെ കോപ്പിറൈറ്റ് നിയമങ്ങളാണെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഏതൊരു എഴുത്തുകാരന്റെയും ഒരു അവകാശമില്ലേ? അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ ആ മൗലികമായ പ്രശ്നത്തിലേക്ക് വരണം. ഇപ്പൊ കോപ്പിറൈറ്റ്, ഇപ്പൊ വാൽമീകിക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എഴുത്തച്ഛന് അങ്ങനെ എഴുതാൻ പറ്റുമോ? അതാണ്. വാൽമീകി കോപ്പിറൈറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ കർക്കിടക മാസത്തിൽ ഇത് വായിക്കാൻ പറ്റുന്നത്. മാത്രം വാൽമീകി വളരെ സ്ട്രോങ് ആയിട്ട് ഒബ്ജക്ട് ചെയ്യുമായിരുന്നു രാമനെ എങ്ങനെ ചിത്രീകരിച്ചത്. അക്കാലത്താണ് എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതിയെങ്കിൽ. അപ്പൊ അതില്ല. അപ്പൊ അത് ഈ കൃതികള് നമ്മൾ സൃഷ്ടിക്കുന്ന കൃതികളുടെ ഈ ആപേക്ഷിക സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർടെക്സ്റ്റുവാലിറ്റി. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പല കൃതികൾക്കും രചയിതാക്കളുടെ പേര് വരുന്നില്ല. അപ്പൊ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന പല തമാശകൾക്കും നല്ല ഒന്നാം തരം തമാശകൾ, അതിന് ആരാണ് അത് എഴുതിയെന്നുള്ളത് നമുക്കറിയില്ല. അതിങ്ങനെ വരുന്നു, വൈറലാവുന്നു. പലപ്പോഴും ആരാണ് എഴുതിയെന്നറിയില്ല. 1-2 തമാശകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഒരു സ്ത്രീ ഇങ്ങനെ കാർ ഓടിച്ചു പോവാ, സിഗ്നലിൽ വണ്ടി നിർത്തി. അവര് ഭയങ്കര പണക്കാരിയാ, ഗൾഫില് 2-3 മോളുകള്, പിന്നെ കുറെ വലിയ ബിസിനസ് ഒക്കെ ഉള്ള ആളാണ് അവരുടെ ഭർത്താവ്. അപ്പൊ ഒരു പിച്ചക്കാരൻ കൈ കാണിച്ചു, കാർ നിർത്തിയാണ്, കൈ ഇങ്ങനെ നീട്ടി. അപ്പൊ അവരെന്തോ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സ് തുറന്നു. പിച്ചക്കാരൻ ഇവരെ തുറച്ചു നോക്കുകയാണ് കുറെ നേരത്തേക്ക്. അപ്പൊ നോട്ടം പിൻവലിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീക്ക് ദേഷ്യം വന്നു. എന്താണ് നീ നോക്കുന്നത് ചോദിച്ചു. എന്താ കിട്ടി വാങ്ങി പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പിന്നെയും നോട്ടം നിർത്തുന്നില്ല. 2 സെക്കൻഡ് കൂടി നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ പിടികിട്ടി, നിങ്ങൾ നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഈ ഒരു തമാശ ഇങ്ങനെ പലരും ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാനാണ് അത് എഴുതിയെന്നുള്ളത് ഞാനും പേരിട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ടെക്സ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്, ഓദർ ഇല്ലാതെ. അപ്പൊ പഴയ കാലത്തിൽ ഇപ്പൊ വടക്കം പാട്ടാരാ എഴുതിയത്? ഒരു പ്രീ മോഡേൺ കാലഘട്ടത്തില്, ക്ലാസിക്കൽ കാലം അല്ലാതെ മറ്റൊരു പ്രീ മോഡേൺ കാലഘട്ടത്തില് ഇപ്പൊ വാൽമീകി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയില്ല. ഹോമറോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറ്റി അധികവും പ്രചരിക്കുന്നത് ഐതിഹ്യങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കറിയില്ല അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത്. അപ്പോ പ്രീ മോഡേൺ കാലഘട്ടത്തില് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. കാരണം വെച്ചാൽ അത് പൊതുസമൂഹത്തിന്റെയാണ്, എന്തെഴുതിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. അങ്ങനെ ഒരാള് ഇപ്പൊ സമൂഹത്തിന്റെ ഒരു പൊതുവെയുള്ള സംസ്കാരത്തിലേക്ക് ഞാനും എന്തെങ്കിലും സംഭാവന ചെയ്തു എന്നേ ഉള്ളൂ, അതിനപ്പുറത്തില്ല.
അപ്പൊ അതാണ് അത് പ്രീ മോഡേൺ എന്നുള്ള പോലെ തന്നെ സോഷ്യലിസ്റ്റ് മോഡലും അതാണ്. പഴയ സോവിയറ്റ് യൂണിയന് റോയൽറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മളെ തകഴി അതേപോലെ എന്തോ ഒരു കൃതി അദ്ദേഹത്തിന്റെ നോവൽ റഷ്യനിലേക്ക് വിവർത്തനം ചെയ്തപ്പം റോയൽറ്റി പ്രതീക്ഷിച്ചു വന്നു. ആ പിശുക്കനാണല്ലോ, കിട്ടുന്ന പോരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് അറിയുന്നത് റഷ്യയിൽ റോയൽറ്റി കൊടുക്കുന്നില്ല. അപ്പൊ നെഹ്റു ഒക്കെ ഇടപെട്ടിട്ട് എന്തോ ഒരു ചെറിയ പൈസ വാങ്ങിക്കൊടുത്താണ് അന്നത്തെ ബ്രഷ്നേവിന്റെ അടുത്തോ മറ്റോ. ചെറിയ ബ്രഷ്നേവല്ല, അന്ന് ഇയാളാണ് ക്രൂഷ്ചേവിന്റെ കയ്യിൽ വളരെ സങ്കടം പറഞ്ഞിട്ട് നെഹ്റു വാങ്ങിക്കൊടുത്തു ചെറിയൊരു റോയൽറ്റി കൊടുക്കുന്ന പതിവില്ല സോവിയറ്റ് യൂണിയനിൽ, പഴയ സോവിയറ്റ് യൂണിയൻ. ഇപ്പൊ റഷ്യയിലുണ്ട്, പണ്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മോഡൽ ഉണ്ടല്ലോ, എഴുത്തിന്റെ സ്വതന്ത്രമായ അസ്തിത്വം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇന്റർടെക്സ്റ്റുവാലിറ്റി, ആർക്ക് വേണമെങ്കിലും ഇതെടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഇതൊരു പ്രത്യേകതരം മൂല്യമാണ്. അതാണ് നമ്മൾ കോപ്പറേറ്റിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എടുക്കുന്നത്. കാരണം മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ എഴുത്തിന് എത്ര കോപ്പി അടിച്ചാലും അദ്ദേഹത്തിന് റോയൽറ്റി ഉണ്ട്. ആ രണ്ടാമത്തെ റോയൽറ്റി പ്രതീക്ഷിക്കുന്നതിൽ നിന്നും പിന്നെ കൃതി ആർക്കും പുനരചിക്കാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്നതുമാണ് പ്രശ്നം. ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വേറൊരു കമന്റ് വന്നിട്ടുണ്ട്, ഓഡിയോ ബുക്സിനെ പറ്റിയുള്ള അഭിപ്രായം. അതെ, ഓഡിയോ ബുക്സ് അത് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കിൽ കൃത്യമായി വരുന്നില്ലെങ്കിലും അതിന്റെ ഒരു സൗകര്യമുണ്ട്. അത് കേൾവി പല കാര്യത്തിലും വായനയേക്കാൾ മെച്ചാണ്. കാരണം നമ്മളത് വായിക്കാൻ എടുക്കുന്ന സമയം, അതിന്റെ സ്ട്രെയിൻ ഉണ്ട്. കണ്ണുകൾ ഇപ്പോഴും വായനയ്ക്ക് അഡാപ്റ്റഡ് അല്ല എന്നാണ് ബയോളജി പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത്. അതിന്റെ അഡാപ്റ്റേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. കാരണം മനുഷ്യന്റെ കണ്ണുകൾ വായിക്കാനുള്ള ഒരു പരിണാമം പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ കണ്ണിന് സ്ട്രെയിൻ ആണ്. നന്നായി വായിക്കുന്നവർക്കാണ് പെട്ടെന്ന് കണ്ണട വെക്കേണ്ടി വരുന്നത്. ഓഡിയോ ബുക്സ് ആകുമ്പോൾ നമ്മളത് കേൾക്കുകയാണ് ചെയ്യുന്നത്. കേൾവിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല. മാത്രമല്ല പലപ്പോഴും നമുക്ക് കേട്ടുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. മൾട്ടി ടാസ്കിങ് ഒക്കെ സാധ്യമാവുന്നതാണ്. പിന്നെ പല അവസരത്തിൽ കേൾക്കാം, കാറിൽ സഞ്ചരിക്കുമ്പോൾ കേൾക്കാം, അങ്ങനെയല്ല. അപ്പൊ ഞാൻ തന്നെ ഒരു ഓഡിയോ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആൻ ഫ്രാങ്കിന്റെ ആൾമാറാട്ടങ്ങൾ എന്നുള്ള പേരിൽ ഒരു ഓഡിയോ ബുക്ക് ഇറക്കിയിട്ടുണ്ട്, CD ആയിട്ട്. പിന്നെ നിരവധി ഓഡിയോ ഫയലുകൾ, കഥകളൊക്കെ ഓഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓഡിയോ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്നാണ് എന്റെ തോന്നൽ. I would like to ask a question. Doesn't power politics play a role in this? Because nobody remembers the Italian Scindio who wrote it. Neither does the translated version by Taylor, a Moorish captain, is remembered by everyone. But everyone remembers Othello as Shakespeare's creation. Just as you have Kalidasa, who borrowed the stories of the signet ring from the Bodhisattva stories. But nobody remembers that. Everyone remembers only Kalidasa's Abhignana Shakuntalam. So, what have you got to say to that? Yeah, the power politics does play a role because often people who wield power, a particular culture or a particular nation, they mark the signature of the text, the signature of the antecedent, while the signature of the antecedent text remains hidden or vague. The signature of the rewriting, adaptation, which has the stamp of political power, colonial or otherwise, is very visible. Not only very visible, it actually splashes itself all over a culture. I think that is what happened with Shakespeare. In fact, there are many people who say that there were better playwrights than Shakespeare in his own time, in other languages. Marlowe also. But some people say that about Marlowe, but as I said, Marlowe was an atheist and therefore an outsider, a rank outsider. Marlowe was an atheist, no doubt about that. Shakespeare was a believer. You can see that. You can see that when you read Hamlet, when you read King Lear, all of his plays very clearly stamp him as a believer. Whereas Marlowe was a professed atheist. If you read Dr. Faustus, you will get that very clear. Although it's a very ironical text. The entire text is not against Faustus, but for Faustus. You'll see that when you read it. So political power does play a role in making a text visible, in making it acceptable to large sections of people. So that's what's happened. There is another question here. Sree S. Kakkuzhi. Doesn't translation and adaptation get in the whirlpool of canonization, or does it aid in decanon? There's plenty of work on this. You can read
Andre Lefebvre's book, Essays in Comparative Literature. As far as I know, there is only one copy available in the Kannur University Library. I don't know if it is there. He talks at length on canonization. What the role of translation in canonizing in any particular language. Okay, because look at all the translations that are happening in the world. Okay, some of them are instrumental in canonizing texts. Okay, for instance, take the genre novel. Okay, in Malayalam, of course, there are more rewritings than translations. But in some other languages, translations play a central role in canonization. Take the Czech language, for example. In the Czech language, there were very few fictional or other texts at the end of the 19th century. What happened was some translators, very enterprising translators, borrowed them whole scale from German, which was their neighboring language. And by the beginning of the 20th century, Czech was a rich language. If you are not aware of it, Kafka was not a German but a Czech. He was a Czech Jew, but who chose to write in German in the first, second, and third decade of the 20th century. So translation does play a role. Remember the literary form sonnet. How did sonnet become popular in Britain? Through the translations, and also the original writings of Wyatt and Surrey, okay, who first translated texts from Italian, then wrote poems on their own. So translation plays a central role, but it depends upon one thing: how do you accept translation? Take Malayalam, for example. There is an article by Meena Pilla which talks about Marquess as a Malayali writer. Yeah. So Marquess was extensively translated in Malayalam, not to speak about other authors of his time, postmodern authors, number of them. And there, the translations definitely affected sensibility in Malayalam, that you can see everywhere. You can see in those some stories a near imitation of Marquesian models. So translation does play an important role, because Malayalam is very receptive to translation, unlike Tamil. Tamil is much less receptive. Hindi is also much less. But do you know that Milan Kundera was first translated into Hindi in India? There is a 1962 translation of Kundera's story of Kundera's in Hindi, but not in Malayalam. Kundera came much later, but nothing happened in Hindi. Kundera did not exert any influence on Hindi fiction, unlike, let us say, in Malayalam. Kundera does play. Kundera is often quoted by people, writers, critics. So Lefebvre discusses this in detail. Okay, Lefebvre discusses in detail in this book called Essays in Comparative, especially in one essay called what's it called? Systems in Evolution. Probably you will get some of these essays directly from the net, especially JSTOR. When Calcutta University, for example, offers this free to people in the campus, and for others selectively. So you can look up this to find it. They are very interesting essays, by the way. There is another question here. This is from new trends like Ulipo writings have become highly popular. So in such case, is copyright really relevant? Well, I said it's not relevant. It's not worth keeping such a law in force anyway. But I think this we have to dismantle the whole apparatus of copyright laws. But that will take time. Okay, it's already something called copy left exists. Writers by choice can make their works copy left. Anybody can. My audiobook, which I was telling you about, and Frank Almarata, Malayalam audiobook, it is copy left. It is printed on the CD, that anybody can copy it. Anybody can copy it, transmit it. No copyright on that. Okay. And certain other books I have disowned my copyright through Facebook, announcing it on Facebook. So copy left is an option. Okay. Yes.